പഴയ കാലത്തും ത്വക്ക് രോഗങ്ങളോ മറ്റെന്തെങ്കിലും രോഗങ്ങളോ ഒക്കെ വന്നാൽ ആ ആൾക്ക് രാജ്യം കൊടുക്കാതെ അനന്തരവൻ വേറൊരാൾക്കാണ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം പ്രദീപന്റെ കാലം മുതൽക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. തഥാ ശാന്തനവോ ഭീഷ്മ സത്യസന്ധോ മഹാവ്രത പ്രത്യാഖ്യായ പുരാ രാജ്യം നസ ജാതു ഗൃഹീഷ്യതി. കുരുടനായതുകൊണ്ട് തനിക്ക് രാജ്യം കിട്ടില്ല എന്ന് വന്നു. ഇനി ഇവിടെ നീ തിരിച്ചെടുക്കാനുള്ളത് ആരാ? ഭീഷ്മൻ പിതാമഹനാണ്. പിതാമഹൻ ആർക്ക്? പാണ്ഡവന്മാർക്ക്, ധൃതരാഷ്ട്രനല്ല. തഥാ ശാന്തനവോ ഭീഷ്മ സത്യസന്ധോ മഹാവ്രത. ഭീഷ്മൻ വളരെ സത്യസന്ധനാണ്. അദ്ദേഹത്തിന് സിംഹാസനമൊന്നുമല്ല ആവശ്യം, സത്യമാണ് ആവശ്യം. ആ സത്യമാണ് അദ്ദേഹത്തിൻ്റെ ആദർശം, മൂല്യം, ധനം, സൗഭാഗ്യം, സാഫല്യം. മഹാവ്രതനാണ്, ഉപായപ്പെട്ട വ്രതക്കാരനല്ല, മഹാവ്രതന. പ്രത്യാഖ്യായ പുരാരാജ്യം ന സജാതു ഗൃഹീഷ്യതി. ശന്തനുവിന് ആ മുക്കുവ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ കല്യാണം കഴിക്കില്ല, നൈഷ്ഠിക ബ്രഹ്മചാരിയായി ഇരുന്നു കളയാം എന്ന് ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ മുൻപിൽ ഒരു ഭീഷ്മമായ പ്രതിജ്ഞ അദ്ദേഹം പുറപ്പെടുവിച്ചു. അത് ആകാശവും കൂടി സമ്മതിച്ചിട്ടാണ് ഭീഷ്മ എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടിയത്. ആ ആള് പ്രത്യാഖ്യായ പുരാരാജ്യം, മുമ്പ് ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത് ധൃതരാഷ്ട്രൻ അന്ധനായതിൻ്റെ പേരിൽ അദ്ദേഹവും ഇത് സ്വീകരിക്കാൻ പോണില്ല. തേവയം പാണ്ഡവജ്യേഷ്ഠം തരുണം വൃദ്ധശീലിനം അഭിഷിഞ്ചാമ സാധു അദ്യ സത്യകാരുണ്യവേദിനം. ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ അഭിപ്രായം എന്താ? ഞങ്ങൾ എന്താ ചെയ്യാൻ പോണേ? തേവയം പാണ്ഡവജ്യേഷ്ഠം തരുണം വൃദ്ധശീലിനം. പാണ്ഡവന്മാരിൽ വെച്ച് ഏറ്റവും ജ്യേഷ്ഠനായിരിക്കുന്ന യുധിഷ്ഠിരൻ ചെറുപ്പമാണ്. വൃദ്ധശീലിനം, വൃദ്ധന്മാരെ പരിചരിക്കാനും അവരുടെ അഭിപ്രായം കേട്ട് നടക്കാനും അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിന് ഒരു തടസ്സവും ഇല്ല. വളരെ സൗമ്യശീലനാണ്, വിനയാന്വിതനാണ്. മുതിർന്നവരെ നമസ്കരിക്കും, ബഹുമാനിക്കും, അവർ പറഞ്ഞത് കേൾക്കുന്നതിൽ സന്തോഷമാണ്, അവരെ മനസ്സിനെ വേദനിപ്പിക്കില്ല. അങ്ങനെയുള്ള ആ യുധിഷ്ഠിരനെ അഭിഷിഞ്ചാമസാധ്വദ്യ, ഇന്ന് നമ്മളെല്ലാവരും കൂടി അഭിഷേകം ചെയ്യാം. സത്യകാരുണ്യവേദിനം, അദ്ദേഹത്തിന് സത്യം എന്ന് പറയുന്ന ഗുണമുണ്ട്, കാരുണ്യം എന്ന് പറയുന്ന ഗുണമുണ്ട്. നല്ല വേദ്യയുമാണ് അദ്ദേഹം. അങ്ങനെ അറിവിൽ കുറവില്ല, സത്യത്തിലും കാരുണ്യത്തിലും കുറവില്ല. ഇതായിരുന്നു ജനങ്ങളുടെ അഭിപ്രായം. എന്താ അഭിപ്രായം? തേവയം പാണ്ഡവജ്യേഷ്ഠം തരുണം വൃദ്ധശീലിനം അഭിഷിഞ്ചാമസാധ്വദ്യ സത്യകാരുണ്യവേദിനം. അദ്ദേഹത്തിനെ അഭിഷേകം ചെയ്യാം. ഇതങ്ങോട്ട് കേട്ടുല്ലോ ആര്? ദുര്യോധനൻ. ജനങ്ങളുടെ അഭിപ്രായം ഇതാ. ഇനി ഞാൻ എന്താ ചെയ്യുക? ഈ പാണ്ഡവന്മാരെ മുടിക്കണം. അവരെ മുടിച്ചാൽ പിന്നെ വേറെ ആരുമില്ലല്ലോ ഈ സിംഹാസനത്തിലിരിക്കാൻ. അപ്പം പിന്നെ ഞാൻ എൻ്റെ കാര്യം ഉറച്ചുല്ലോ. അപ്പം അവരെ നശിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. സതപ്യമാനോ ദുഷ്ടാത്മാ തേഷാം വാചോ നചക്ഷമേ ഈർഷ്യയാ ചാപി സന്തപ്തോ ധൃതരാഷ്ട്രം ഉപാഗമത്. ജനങ്ങളുടെ വർത്തമാനവും ഹിതവും ഇതാണ്, ഇംഗിതം ഇതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സതപ്യമാനോ ദുഷ്ടാത്മാ തേഷാം വാചോ നചക്ഷമേ ഈർഷ്യയാ ചാപി സന്തപ്തോ ധൃതരാഷ്ട്രം ഉപാഗമത്. ഈ വർത്തമാനം അങ്ങോട്ട് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. ആർക്ക്? ദുര്യോധനൻ. ജനങ്ങൾ ഇങ്ങനെയാണോ പറയുന്നത്? ഇനി എങ്ങനെയാ കഴിഞ്ഞുകൂടുക? അപ്പം ഈർഷ്യയാ ചാപി സന്തപ്തോ, അത് എഴുതുന്ന ഭാഷ കേട്ടോളൂ. തപ്യമാനോ ദുഷ്ടാത്മാ, പ്രദുഷ്ടമായിരിക്കുന്ന മനസ്സോടുകൂടിയവൻ, വളരെയധികം തപിച്ചുകൊണ്ട് വിഷമിപ്പിച്ചുകൊണ്ട്. തേഷാം വാചോനചക്ഷമേ, ജനങ്ങളുടെ വാക്കുകൾ കേൾക്കാനും ഉൾക്കൊള്ളാനും സാധിച്ചില്ല. ഈർഷ്യയ, മത്സരബുദ്ധിയോടുകൂടി പാണ്ഡവന്മാരോട് നീരസവും എതിർപ്പും ക്രൂരതയും തോന്നി. സന്തപ്ത, ചൂടുപിടിച്ച, അങ്ങനെ ചുട്ടു തളയ്ക്കുന്ന മനസ്സോടുകൂടി ധൃതരാഷ്ട്രം ഉപാഗമത്, അച്ഛൻ്റെ അടുത്ത് പോയി. എന്താ? രാജാവ് അദ്ദേഹമാണല്ലോ. ദുര്യോധനൻ പോയിട്ട് പറയാ, സഭവാൻ പാണ്ഡവാനാശു വിവാസയിതുമർഹതി മൃദുനൈവാഭ്യുപായേന നഗരം വാരണാവതം. അപ്പോഴാണ് ചെന്നിട്ട് പറയണത്, അവിടെ ഉത്സവം നടക്കാൻ പോണു, ആ ഉത്സവം കാണണം എന്നുള്ളൊരു വ്യാജേന അവരെ അങ്ങോട്ട് പറഞ്ഞയക്കണം അച്ഛൻ. അവരെ വിളിച്ച് പറയണം, നിങ്ങളെല്ലാവരും വാരണാവതത്തിലേക്ക് പൊക്കോളൂ, അവിടെ വലിയൊരു ഉത്സവം നടക്കാൻ പോവാണ്, അത് കണ്ട്
അവിടെ കുറച്ച് ദിവസം താമസിച്ച് നല്ലോണം പോലെ വരൂ, അതിന് ഞങ്ങളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്, നല്ലൊരു പാലസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ താമസിക്കാം, നിങ്ങൾക്ക് വേണ്ട അതിഥി സത്കാരം മുഴുവനും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞയക്കണം അച്ഛൻ. മൃദുനൈവാഭ്യുപായേന, വളരെ സ്നിഗ്ധമായിട്ടുള്ളൊരു ഉപായം ഉപയോഗിച്ച് നഗരം വാരണാവതം യഥാ പ്രതിഷ്ഠിതം രാജ്യം മയി രാജൻ ഭവിഷ്യതി തഥാ കുന്തി സഹാപാത്യ പുനരേഷ്യതി ഭാരത. യഥാ പ്രതിഷ്ഠിതം രാജ്യം മയി രാജൻ ഭവിഷ്യതി. അവരങ്ങോട്ട് പോയി ഉടനെ ഞാൻ രാജ്യം ഭരിക്കാൻ തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞാൽ അപ്പം ജനങ്ങൾക്ക് സന്തോഷം എന്നെ പറ്റിയിട്ടുണ്ടാവും. ഇപ്പം അവർക്ക് അറിയില്ല കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. അപ്പം ഞാൻ അച്ഛൻ പറയണത് കേട്ട് കുറേ കാലം ഇവിടെ രാജ്യം ഭരിക്കാം, അവരുണ്ടാവില്ല, വിദൂരങ്ങളിലുമാണ് എന്ന് വന്നാൽ ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാവും, എന്നോട് പ്രീതി ഉണ്ടാവും. ആ പ്രീതി ഉണ്ടാവുന്ന സമയത്ത് തഥാ കുന്തി സഹാപാത്യ പുനരേഷ്യതി ഭാരത. അപ്പോൾ കുന്തിക്ക് മക്കളോടുകൂടി രണ്ടാമതും തിരിച്ചു വരാം. അവർ വരുമ്പോഴേക്കും നമ്മുടെ കാര്യം റെഡിയാവും. ഇത് തന്നെയാണല്ലോ നമ്മുടെ കൈകേയിയും പ്ലാൻ ചെയ്തത്. എന്താ പ്ലാൻ ചെയ്തത്? രാമനെ 14 കൊല്ലം ദണ്ഡകാരണ്യത്തിലേക്ക് അയക്കുക, ഭരതൻ രാജ്യം ഭരിക്കുക. ആ 14 കൊല്ലം കൊണ്ട് ഭരതൻ രാജാവ് സിംഹാസനം, ഇതങ്ങോട്ട് ജനങ്ങൾക്ക് മനസ്സിലാവും. രാമൻ തിരിച്ചു വന്നാൽ തന്നെ ജനങ്ങൾക്ക് മനസ്സ് മാറില്ല എന്നൊരു മോഹവും ഉറപ്പും കൊണ്ടാണ് കൈകേയി സംസാരിച്ചത്, വനവാസം ആസൂത്രണം ചെയ്തത്. അതുപോലെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ആര്? ദുര്യോധനും. ഇതൊക്കെ എല്ലാ വ്യക്തികളുടെ മനസ്സിലും സ്വാഭാവികമായിട്ടുള്ള പ്രേരണകളും ആസൂത്രണങ്ങളുമാണ്. മനുഷ്യരാശി ഇന്ന് തുടങ്ങിയതല്ല. എന്നാ ഭൂമുഖത്ത് കാലുകുത്തിയത് എന്ന് പറയാൻ പറ്റില്ല. പണ്ട് കാലം മുതൽക്ക് തന്നെ മനുഷ്യൻ്റെ ശരീരം മാറിയിട്ടില്ല, മനസ്സ് മാറിയിട്ടില്ല, ബുദ്ധി മാറിയിട്ടില്ല. ആ മനസ്സിലുള്ള വിഭിന്ന ചിന്തകൾ, ആ സ്വഭാവത്തിലും ഒരു മാറ്റവും ഇല്ല. അന്നും ഇന്നും ഒരുപോലെയാണ്. അതാണ് ഈ ഇതിഹാസം എക്കാലത്തേക്കും ഒരുപോലെ പ്രസക്തമായിരിക്കുന്നത്. അങ്ങനെ ഒരെണ്ണം എഴുതി ഉണ്ടാക്കിയതിലാണ് ഈ ഭാരതത്തിൻ്റെയും ഭാരതീയരുടെയും മഹർഷി പാരമ്പര്യത്തിൻ്റെയും മഹിമയൊക്കെ നിൽക്കുന്നത്. ഈ ഒരൊറ്റ കാര്യത്തിലാണ്. 5100 ചില്ലാനം 51 കൊല്ലം കഴിഞ്ഞു. അതാണ് ഭൂമാനന്ദ സ്വാമിജി അന്ന് എഴുതി വെച്ച അതേ ശ്ലോകങ്ങൾ, അതേ അക്ഷരങ്ങളും വാക്കുകളും സ്വരങ്ങളും ഉപയോഗിച്ചാണ് ഈ സ്വാമി നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് എന്നോട് പറഞ്ഞു തരാമോ? ഈ കണ്ട കാലം അത്രയും ഈ ഇതിഹാസം നമ്മുടെ രാജ്യത്തിൽ ജനങ്ങൾ എങ്ങനെ ഭദ്രമായി സൂക്ഷിച്ചു? ഇതിന് നിങ്ങൾ ഓരോരുത്തരും എന്നോട് മറുപടി പറയണം. നിങ്ങളുടെ കുട്ടികളോട് ചോദിക്കണം. ഇന്നൊക്കെ ആംഗലപ്രിയന്മാരാ. ഇംഗ്ലീഷ് പഠിക്കണം, പഠിച്ചോളൂ, എനിക്കൊരു വിരോധമില്ല. ആ പഠിക്കുന്നത് ഭാരതീയരാണെന്ന് ഓർമ്മ വയ്ക്കണം നിങ്ങൾ. നമ്മുടെ ഭാരതീയത്വമുണ്ടല്ലോ, അതിന് ഒരു കുറവുമില്ല. എത്ര ഇംഗ്ലീഷ് പഠിച്ചാലും എന്തൊക്കെ ചെയ്താലും കുറച്ച് പണം കിട്ടുമായിരിക്കും. പണം കിട്ടിയാലും അനുഭവം എന്ന് പറയുന്നത് എവിടെയാ? മനസ്സിലാണ്, പണത്തിലല്ല. കട്ടിലിൽ കിടന്നാലും ഉറങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ കട്ടിലും ഇല്ല, കോസരിയും ഇല്ല, എയർ കണ്ടീഷനും ഇല്ല, ശരീരവും ഇല്ല. ഒക്കെ മറന്നിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് ആന്തരമായ ഒരു അനുഭവമാണെന്ന് മനസ്സിലാക്കണം. അതാണ് കൃഷ്ണൻ ഉദ്ധവനോട് പറഞ്ഞത്, സന്തുഷ്ടിയാണ് പരമമായിരിക്കുന്ന ധനം എന്ന്. ആ സന്തോഷം മനസ്സിലാണ്. അതിനാണ് നമ്മുടെ ഭാരതീയന്മാരുടെ മഹിമ. ഇവിടെ നടക്കുന്ന ചർച്ച ഒന്ന് നല്ലോണം ശ്രദ്ധ വെച്ച് കേൾക്കൂ. ഇത് കേട്ടിട്ട് ധൃതരാഷ്ട്രൻ പറയുകയാണത്രേ, ദുര്യോധനമമാപ്യേതത് ഹൃദി സംപരിവർത്തതേ അഭിപ്രായസ്യ പാപത്വാത് നൈവം തു വിവൃണോമ്യഹം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേൾക്കുന്നുണ്ടോ? മത്ത കുത്തിയിട്ട കുമ്പളം മുളക്കില്ല എന്നൊരു പറച്ചിലുണ്ട്. ഈ ദുര്യോധനൻ എങ്ങനെയായി? ഇതാ കാരണം ഇവിടെ. ദുര്യോധനമമാപ്യേതത് ഹൃദി സംപരിവർത്തതേ അഭിപ്രായസ്യ പാപത്വാത് നൈവം തു വിവൃണോമ്യഹം. ദുര്യോധന മമാപ്യേതത് ഹൃദി സംപരിവർത്തതേ. നീ പറയണമാതിരി തന്നെയാണ് എൻ്റെ മനസ്സിലും കിടന്ന് കഴിയുന്നത്. പക്ഷെ ഞാൻ പുറത്തു പറയാത്തത് എന്താണെന്നറിയോ? അഭിപ്രായസ്യ പാപത്വാത്. ഞാനിത് പറഞ്ഞ വലിയൊരു പാപചിന്തയാണെന്ന് എല്ലാവരും പറയും. ഇപ്പം ജനങ്ങൾ പറഞ്ഞു കേൾക്കണം. ആ പറഞ്ഞു കേൾക്കണത് കേട്ട് നമുക്ക് നീരസം തോന്നുന്നു. ആ നീരസത്തിൻ്റെ മുകളിൽ നീ പറയുന്ന മാതിരി എന്തെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ പറച്ചിൽ ഇരട്ടിക്കുകയുള്ളൂ. കത്തുന്ന തീയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞ മാതിരി അവരിപ്പോൾ പറയുന്ന ആ സ്തുതി ഉണ്ടല്ലോ, അത് കുറേ കൂടി കൂടുകയുള്ളൂ. കണ്ടില്ലേ?
ആ അന്ധൻ ചെയ്തത്, ആ കുരുടൻ ചെയ്തത്? ഈ കുരുടനും കുരുടൻ്റെ മക്കൾക്കും രാജ്യം കൊടുത്താൽ നമ്മൾക്ക് എന്താവും സ്ഥിതി? എല്ലാവരും ഇവിടുന്ന് വിട്ടുപോകണം. ഒരിക്കലും ഈ ആൾ രാജാവാക്കരുതെന്ന് അവർ കൂടുതൽ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് പാപമാണത് എന്ന് പറഞ്ഞ് ഞാൻ മിണ്ടാണ്ടിരിക്കുക, ആരോടും പറയാതെ ഇരിക്കുകയാണ്. അച്ഛനും മകനും ഒരൊറ്റ തട്ടില്ല. ദുര്യോധനമമാപ്യേതത് ഹൃദി സംപരിവർത്തതേ അഭിപ്രായസ്യ പാപത്വാത് നൈവം തു വിവൃണോമ്യഹം. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? ആദിപർവത്തിൽ നിന്നുള്ള ശ്ലോകങ്ങളാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഉദ്യോഗപർവമാണ്. പഴയ കാലത്ത് ദുര്യോധൻ്റെ മനസ്സിൽ ജനങ്ങളുടെ സംവാദം കേട്ട് അസഹിഷ്ണുത വളർന്ന് വാരണാവതത്തിലേക്ക് പറഞ്ഞയച്ച് ജനങ്ങളിൽ നിന്ന് പാണ്ഡവന്മാരെക്കുറിച്ചുള്ള ഓർമ്മയും സ്മൃതിയുമെല്ലാം മറന്ന് അങ്ങനെ പോകണം, മറപ്പിക്കണം, എന്നിട്ട് മടങ്ങി വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛനും അത് ശരിയാണെന്ന് പറഞ്ഞ് ഒന്നിച്ചു നിന്നവരാ. ആ ധൃതരാഷ്ട്രനാണ് ഇപ്പം സംസാരിക്കുന്നത്. പഴയ കാലത്ത് നടന്ന ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പം സംസാരിക്കാൻ പോകുന്ന ധൃതരാഷ്ട്രൻ അതിനുശേഷമുണ്ടായ പല അനുഭവങ്ങളെയും മുൻനിർത്തി തൻ്റെ ധർമ്മപത്നി ഗാന്ധാരി പറയുന്നതും കേട്ട് അദ്ദേഹത്തിൻ്റെ നിലയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റമാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. പാണ്ഡുസ്തു രാജ്യം സംപ്രാപ്ത കനീയാനപി സനൃപഃ വിനാശേ തസ്യ പുത്രാണാം ഇതം രാജ്യം അരിന്തമാ. ധൃതരാഷ്ട്രൻ തന്നെ സമ്മതിക്കുന്നു. ഇതാണ് ദുര്യോധന് അവസാനം കൃഷ്ണൻ ദൂത് പറയുന്ന സമയത്ത് അത് കേട്ടതിന് ശേഷം ധൃതരാഷ്ട്രക്ക് പറയാനുള്ളത്. പാണ്ഡുസ്തു രാജ്യം സംപ്രാപ്ത കനീയാനപി സനൃപഃ. പാണ്ഡു വാസ്തവത്തിൽ എനിക്ക് അനിയനാണ്. ഞാൻ കുരുടനായതിൻ്റെ പേരിൽ, അന്ധനായതിൻ്റെ പേരിൽ എനിക്ക് സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യം ഭരിക്കാൻ പറ്റില്ല. അപ്പം പിന്നെ ആർക്കാ അതിൻ്റെ അവകാശം? അതിൻ്റെ അവകാശം കുരുടനല്ലാത്ത എൻ്റെ അനിയന്. ഞാനാണ് ജ്യേഷ്ഠൻ, പക്ഷേ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അന്ധരാജാവിനെ കൊണ്ട് രാജ്യം ഭരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് രാജ്യം പാണ്ഡുവിന് കിട്ടി. കനീയാനബി എൻ്റെ അനുജനാണെങ്കിലും വിനാശേ തസ്യ പുത്രാണാം ഇതം രാജ്യം അരിന്തമ. ആ പാണ്ഡു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യത്തിന് അവകാശം അദ്ദേഹത്തിൻ്റെ പുത്രന്മാർക്കാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ധൃതരാഷ്ട്രന് അന്ധത്വം വന്നതിനാൽ പാണ്ഡു ഭരിച്ചു. പാണ്ഡുവിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ധൃതരാഷ്ട്രന് അത് തിരിച്ചു വരുന്ന ചോദ്യമോ അദ്ദേഹത്തിൻ്റെ മക്കൾക്കോ കിട്ടില്ല. ഗാന്ധാരി പറഞ്ഞു കഴിഞ്ഞു അനുപൂർവമായിട്ടാണത് സംഭവിക്കണത് എന്ന്. ഇതാണ് നമ്മുടെ വ്യവസ്ഥ എന്ന്. അപ്പോൾ ധൃതരാഷ്ട്രൻ ഇവിടെ പറയുന്നു, എൻ്റെ അനിയന് കിട്ടിയിട്ടുള്ള രാജ്യം അദ്ദേഹം പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പുത്രന്മാർക്കാണ് ദുര്യോധന ഇത് അവകാശം, ഇത് നിനക്കല്ല. പാണ്ഡുസ്തു രാജ്യം സംപ്രാപ്ത കനീയാനപി സനൃപഃ വിനാശേ തസ്യ പുത്രാണാം ഇതം രാജ്യം അരിന്തമ. മയ്യഭാഗിനി രാജ്യായ കഥം ത്വം രാജ്യമിച്ഛസി അരാജപുത്രോ ഹ്യസ്വാമി പരസ്വം ഹർത്തുമിച്ഛസി. മനുഷ്യൻ്റെ മനസ്സേ ഊഞ്ഞാലാടുന്ന പോലെയാണ്. നിങ്ങൾ വിചാരിക്കരുത് ആരുടെയും മനസ്സ് കരിങ്കല്ല് പോലെ, കരിങ്കോട്ട പോലെയുള്ളതല്ല. പുതിയ പുതിയ വെളിച്ചങ്ങൾ, പുതിയ പുതിയ ആദർശങ്ങൾ, പുതിയ പുതിയ മൂല്യങ്ങൾ, നവനയമായ അനുഭവങ്ങൾ, ഇതെല്ലാം വരുന്നതിനനുസരിച്ച് മനസ്സിനും ബുദ്ധിക്കും വളർച്ച ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. വിവേകിയായിത്തീരാം. മറിച്ചുമാവാം, അതല്ലല്ലോ നമുക്ക് ആവശ്യം. ദുർഗുണങ്ങളൊക്കെ മനസ്സിൽ നിന്ന് പോയി സദ്ഗുണസമ്പന്നരാകാൻ വിരോധമില്ല. അതാണ് നമ്മുടെ ഉദ്ദേശം. പ്രകൃതിയുടെ ഹിതവും അതാണ്. അപ്പം അതേ ധൃതരാഷ്ട്രൻ ഇപ്പം പറയുകയാണ് എന്ത്? മൈ അഭാഗിനി രാജ്യായ കഥം ത്വം രാജ്യമിച്ഛസി അരാജപുത്രോ ഹ്യസ്വാമി പരസ്വം ഹർത്തുമിച്ഛസി. നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധ വെച്ച് കേൾക്കണം. മൈ അഭാഗിനി രാജ്യായ കഥം ത്വം രാജ്യമിച്ഛസി. ഞാൻ ഇതിൽ ഭാഗഭാക്കായിരുന്നില്ല. അന്ധത്വം വന്നതോടുകൂടി ഈ സിംഹാസനം എനിക്ക് കിട്ടുന്ന ചോദ്യമേ ഇല്ല. അപ്പം ഞാനിതിൽ ഭാഗഭാക്കല്ലാത്തത് കൊണ്ട് കഥം ത്വം രാജ്യമിച്ഛസി. ഈ ചോദ്യത്തിന് എന്താ മറുപടി പറയാനുള്ളത് ദുര്യോധന്? നിനക്ക് രാജ്യം എപ്പോഴാണ് കിട്ടുക? നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടുക. അച്ഛന് രാജ്യം കിട്ടിയില്ല, പാണ്ഡുവിനാണ് പോയത്. അപ്പം പിന്നെ നിനക്ക് കിട്ടുന്ന ചോദ്യം വരുന്നുണ്ടോ? നീ ധൃതരാഷ്ട്രൻ്റെ പുത്രനല്ലേ, നിന്റെ അച്ഛന് രാജ്യം കിട്ടിയാലല്ലേ മകന് കിട്ടുള്ളൂ. അച്ഛനത് കിട്ടിയിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനിയൻ പാണ്ഡുവിനാണ് രാജ്യം. ആ പാണ്ഡു മരിച്ചാൽ പിന്നെ പോകേണ്ടത് പാണ്ഡുവിൻ്റെ മക്കൾക്കാ. നിന്റെ അച്ഛനില്ലാത്തത് നിനക്ക് എവിടുന്ന് കിട്ടും? ഈ ചോദ്യത്തിന് ആർക്കെങ്കിലും മറുപടി ഉണ്ടോ?
മയ്യഭാഗിനി രാജ്യായ കഥം ത്വം രാജ്യമിച്ഛസി അരാജപുത്രോ ഹ്യസ്വാമി. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? ഹ്യരാജപുത്രോ ഹ്യസ്വാമി പരസ്വം ഹർത്തുമിച്ഛസി. നീ രാജപുത്രനല്ല, അരാജപുത്രനാണ്. ആരാ അത് പറയുന്നത്? ധൃതരാഷ്ട്രൻ. ആരോട്? തൻ്റെ പുത്രൻ ദുര്യോധനോട് പറയാണ്, നീ രാജപുത്രനല്ല, അരാജപുത്രനാണ്. നിനക്ക് സ്വാമിത്വമില്ല, അസ്വാമിയാണ് നീ. അങ്ങനെ ഇരിക്കുമ്പോൾ നീ രാജ്യം അഭിലഷിക്കുന്നുണ്ടെങ്കിൽ പരസ്വം ഹർത്തുമിച്ഛസി, അത് പരസ്വമാണ്, തൻ്റെ അല്ലാതെ. അപ്പം ബാക്കിയുള്ളവൻ്റെ സ്വത്ത് നീ അഭിലഷിക്കുമ്പോൾ എന്താ അർത്ഥം? തട്ടിയെടുക്കുക, കവർച്ച ചെയ്യുക എന്ന അർത്ഥം. അപ്പം അന്യൻ്റെ സ്വത്ത് നീ എന്തിന് അപഹരിക്കാൻ പോണു? അപഹരിക്കാൻ പോണു, അപഹരിക്കാൻ പോണു. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടോ കൂട്ടരെ? എന്താ അവിടെ വ്യക്തമായിട്ട് പറയണതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കൂ. മനുഷ്യൻ്റെ മനസ്സ് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? മനസ്സിന് പല വിധത്തിലുള്ള വികാരങ്ങളോ ഭാവങ്ങളോ അഭിലാഷങ്ങളോ മോഹങ്ങളോ ആശകളോ അത്യാർത്ഥിയോ ഒക്കെ ഉണ്ടാവാം. അത് പ്രായോഗികമാണോ, നടപ്പിലാകുമോ? ആ ഹസ്തങ്ങളിൽ നമുക്ക് ജയമോ പരാജയമോ എന്ന് നല്ല പോലെ ആലോചിക്കണം. ആ നിറഞ്ഞ കുരുസദസ്സിനെ മുഴുവൻ കീഴടക്കി ദ്രൗപദിയുടെ ആ സത്യയുക്തമായിരിക്കുന്ന വാദം, സർവ്വ ആൾക്കാരും നിസ്സഹായരായി. അവസാനം പ്രകൃതി തന്നെ ഇളകി മറിഞ്ഞു. കഴുകൻ പറന്നു തുടങ്ങി അഗ്നിഹോത്രത്തിൻ്റെ മുകളിൽ. ജനങ്ങൾ മിണ്ടാതെ ആയപ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സ്, ധാർമ്മികമായിരിക്കുന്ന മനസ്സ് ചുട്ടു എന്നിരിക്കട്ടെ, ആ ചൂട് ജനങ്ങൾ നാലു ഭാഗത്തും അറിഞ്ഞില്ലെങ്കിൽ പ്രജകളെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രകൃതി എന്ന് പറയുന്ന അന്തരീക്ഷം ഉണരുമത്. ആ അന്തരീക്ഷത്തിൻ്റെ പ്രതികരണമായിരുന്നു അന്ന് അവിടെ വന്ന് കഴുകൻ പറന്നതും കുറുനരി ഓലിയിട്ടതും എല്ലാം തന്നെ. ജനങ്ങൾക്കതിന് മറുപടി പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് ദ്രൗപദി പരാജിതയല്ല ആയത്, വളരെ വിശേഷപ്പെട്ട ജയമാ വരിച്ചത്. സത്യം എന്താ പറയണു? നീ രാജപുത്രനല്ലല്ലോ, നിനക്ക് പിന്നെ എവിടുന്നാ ഈ രാജ്യം അഭിലഷിക്കാൻ പറ്റുക? നിന്റെ അച്ഛൻ രാജാവായ നിനക്ക് കിട്ടും. ഇവിടെ അച്ഛൻ ആരാ? പാണ്ഡുവാണ്. പിന്നെ കിട്ടേണ്ടത് പാണ്ഡുപുത്രന്മാർക്കാ. അപ്പൊ നിനക്ക് സ്വാമിത്വവുമില്ല, സിംഹാസനവുമില്ല, രാജപുത്രന്റെ പദവിയുമില്ല. പിന്നെ നീ അഭിലഷിക്കുന്നത് കള്ളൻ കക്കുന്ന പോലെയാണ്, കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്ന പോലെയാ. പരസ്വം ഹർത്തുമർഹസി മയ്യഭാഗിനി രാജ്യായ കഥം ത്വം രാജ്യമിച്ഛസി അരാജപുത്രോ ഹ്യസ്വാമി പരസ്വം ഹർത്തുമിച്ഛസി. അതുകൊണ്ട് ഇത്രയും പറഞ്ഞതൊക്കെ ശരിയാ. ആ ധൃതരാഷ്ട്രന്റെ മനസ്സിലും ഉണ്ടല്ലോ എന്ത്? പുത്രൻ എന്ന് പറയുന്ന ആശാപാശം. ഇനി പറയുന്ന വാക്കെന്താ? പ്രയച്ഛരാജ്യാർത്ഥം അഭേദമോഹ സവാഹനം ത്വം സപരിച്ഛദം ച തതോവശേഷം തവ ജീവിതസ്യ സഹാനുജസ്യൈവ ഭവേന്നരേന്ദ്ര. അവിടെ വന്നപ്പോഴേക്കും പുത്രപാശം, പുത്രമോഹം. ഈ ഗൃഹസ്ഥന്മാരുടെ തലയിലെഴുത്തുണ്ടല്ലോ, അതവർ വിടില്ല. എനിക്ക് ചിരിക്കണോ കരയണോ എന്നറിയില്ല. പ്രയച്ഛരാജ്യാർത്ഥം അഭേദമോഹ. അതുകൊണ്ട് നീ എന്ത് വേണം? പകുതി രാജ്യം കൊടുക്കണമെന്ന്. അതാണോ പറയേണ്ടത് ധൃതരാഷ്ട്രൻ? മുഴുവൻ രാജ്യമില്ല, പിന്നെ കൊടുക്കണ ചോദ്യമുണ്ടോ? കട്ടെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കയ്യിലെടുത്തത് തൊണ്ടിയോടുകൂടി പിടിച്ചു അങ്ങോട്ട് മടക്കി കൊടുക്കണ ചോദ്യമേ വരുന്നുള്ളൂ. ആ സമയത്ത് ധൃതരാഷ്ട്രൻ പറയാണ്, പ്രയച്ഛ കൊടുക്കൂ, രാജ്യാർത്ഥം പകുതി രാജ്യം, അഭേദമോഹ മനസ്സിലുള്ള മോഹവും ഭ്രമവും എല്ലാം മാറ്റിവെച്ച് തട്ടിക്കളഞ്ഞ്, സവാഹനം ത്വം സപരിച്ഛദം ച എന്തെല്ലാം ഈ ഹസ്തിനപുരത്തിൽ വസ്തുവകകളായിട്ടുണ്ടോ അത് മുഴുവനും കണക്കിലെടുത്ത് പങ്കുവെച്ച് പകുതി രാജ്യവും പകുതി വസ്തുവകകളും അവർക്കങ്ങോട്ട് കൊടുക്കുക. തതോവശേഷം തവ ജീവിതസ്യ സഹാനുജസ്യൈവ ഭവേന്നരേന്ദ്ര. അത് കഴിഞ്ഞ് ബാക്കി എന്ത് വരുന്നുവോ ആ ബാക്കി തവ ജീവിതസ്യ, നിനക്ക് അതോടുകൂടി ജീവിക്കാം. എങ്ങനെ? സഹാനുജസ്യൈവ ഭവേന്നരേന്ദ്ര. ബാക്കി അനുജന്മാരോടുകൂടി നിനക്ക് യാതൊരു വിഷമവുമില്ലാതെ ജീവിക്കാം. പകുതി രാജ്യം കൊടുക്കൂ എന്നാ പറയുന്നത്. ഞാൻ ആലോചിക്കുക, ധൃതരാഷ്ട്രന്റെ മനസ്സിൽ നിന്ന് എന്തുകൊണ്ടാണ് നിനക്ക് അവകാശമില്ല, നീ അരാജാവാണ്, അരാജപുത്രനാണെന്ന് പറഞ്ഞതിന് ശേഷം
പകുതി രാജ്യം കൊടുക്കണ ചോദ്യം വരുന്നുണ്ടോ? നമുക്കുള്ള അന്ധത മുഴുവൻ ഇതാ. സാധാരണ നമ്മളുടെ ഇടയിൽ പറയും, പെണ്ണ് കെട്ടിയാൽ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചാൽ കാല് കെട്ടി, കുട്ടിയുണ്ടായ വായും കെട്ടിയെന്ന്. ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്. വലിയ ഫലശ്രുതികളാണ് അതൊക്കെ, വലിയ സുഭാഷിതങ്ങളാണ്. അപ്പം കുട്ടി അങ്ങോട്ട് ഉണ്ടാവുമ്പോൾ തൻ്റെ മനസ്സ് പോലും തളർന്നു. ഇത്രയും പറഞ്ഞ മഹാരാജാവിന് പിന്നെ പകുതി രാജ്യം കൊടുക്കാൻ പറയേണ്ട ആവശ്യമുണ്ടോ അവിടെ? അപ്പം അതങ്ങോട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്നത് നിന്റെ ജീവിതകാലം അനുജന്മാരോടുകൂടി സന്തോഷമായിട്ട് കഴിയാം. ഇതാണ് ധൃതരാഷ്ട്രൻ പറഞ്ഞു നിർത്തിയത്. ഞാനവിടെ പോയി പറഞ്ഞത് ഇതിലും ഓരോന്നോരോന്ന് വിട്ടുവീഴ്ചയോട് കൂടിയിട്ടാണല്ലോ പറഞ്ഞത്. ധൃതരാഷ്ട്രൻ പറഞ്ഞത് ഇതാണ്: യുധിഷ്ഠിര, പ്രയച്ഛരാജ്യാർത്ഥമപേതമോഹ സവാഹനം ത്വം സപരിച്ഛദം ച തതോപശേഷം തവ ജീവിതസ്യ സഹാനുജസ്യൈവ ഭവേൻ നരേന്ദ്ര. ഇത് ഉദ്യോഗപർവം 149 അധ്യായം 36 ശ്ലോകമാണ്. ഇത്രയും പറഞ്ഞ് ബാക്കിയുള്ളവരുടെ വാക്ക് പറഞ്ഞ് ധരിപ്പിച്ചതിന് ശേഷം ശ്രീകൃഷ്ണൻ പറയുന്നു: സാമ്യമാദൗ പ്രയുക്തം മേ രാജൻ സൗഭ്രാത്രമിച്ഛത അഭേദായ അസ്യ വംശസ്യ പ്രജാനാം ച വിവൃദ്ധയേ. ഇനി കൃഷ്ണൻ പറയുകയാണ്, ഇതൊക്കെയാണല്ലോ അവർ നടന്ന സംഭവങ്ങൾ. ഞാൻ സാമം, ദാനം, ഭേദം എന്ന് 3 പ്രയോഗിച്ചു. ഇത് 3 ഉണ്ടായില്ല ആ ഫലം. അത് കഴിഞ്ഞാൽ പിന്നെ ദണ്ഡമാണ്. നിങ്ങൾക്കറിയാമോ, ഈ ഭാരതഭൂമിയിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾ ചെന്നോളൂ. കാശ്മീരിൽ പൊയ്ക്കോളൂ, സൗരാഷ്ട്രത്തിൽ പൊക്കോളൂ, ആസാമിൽ പൊക്കോളൂ, കേരളത്തിൽ ഇരുന്നോളൂ, തമിഴ്നാട്ടിൽ ചെന്നോളൂ. ഏത് മുക്കിലും മൂലയിലും ചെന്നാലും അല്പസ്വല്പം സംസ്കാരമുള്ളവർ പറയും സാമദാന ഭേദദണ്ഡം. ഇത് പലപ്പോഴും പറയുന്നത് ചില ചങ്ങാതിമാരുടെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലാണ്. ഞാനിതൊക്കെ മാറി മാറി പ്രയോഗിച്ചു എന്നുള്ളൊരു പറച്ചിലുണ്ട്. എപ്പോഴാണ് നമുക്ക് ദണ്ഡം പ്രയോഗിക്കുക? ബാക്കിയുള്ളതൊക്കെ തോറ്റുപോയാൽ, പരാജയപ്പെട്ടാലാണ്. അപ്പം കൃഷ്ണൻ അവിടെ ദൂത് പറയാൻ ചെന്നിട്ട് ആദ്യമേ അങ്ങോട്ട് പറയുകയല്ല ഇന്നത് എന്ന്. അദ്ദേഹം തുടങ്ങിയത് സാമത്തിൽ നിന്നാണ്. ആ സാമത്തിൽ നിന്ന് തുടങ്ങി ഭേദം സൃഷ്ടിച്ച് അവസാനം ദാനവും പ്രയോഗിച്ച് 3 തോറ്റപ്പോഴാണ് മടങ്ങി വന്നത്. ഇനി 3 കഴിഞ്ഞതിന് ശേഷം ഇനി പ്രയോഗിക്കാൻ ദണ്ഡം എന്ന് പറയുന്ന നീതി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദണ്ഡനീതിക്ക് തയ്യാറാവണം നമ്മൾ. കൃഷ്ണൻ തന്നെ യുദ്ധം അനൗൺസ് ചെയ്തിട്ടാണല്ലോ വന്നത്. 7-ാം ദിവസം അമാവാസി തുടങ്ങുകയാണ്. ആ അമാവാസിക്കാണ് യുദ്ധം തുടങ്ങാൻ പറ്റിയ ദിവസം. കുതിരകൾക്ക് വേണ്ടത്ര പുല്ലും ബാക്കിയുള്ള സാധനങ്ങളും ഉണ്ടാവും. മനുഷ്യർക്ക് കഴിക്കാൻ വേണ്ടത്ര യവാദി ധാന്യങ്ങളുണ്ട്. സമ്പദ് സമൃദ്ധമാണ്. ആ സമയത്താണ് യുദ്ധത്തിന് നല്ലത് എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ടാണ് പോയത്. എന്താ അനൗൺസ് ചെയ്യാൻ കാരണം? സാമദാന ഭേദങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടു. അപ്പം ഞാൻ അവിടെ പോയിട്ട് വെറും വാക്കായിട്ടല്ല പറഞ്ഞത്, ഓരോന്ന് മാറി പ്രയോഗിച്ചു എന്ന് പറയുക. സാമ്യമാദൗ പ്രയുക്തം മേ രാജൻ സൗഭ്രാത്രമിച്ഛത അഭേദായ അസ്യ വംശസ്യ പ്രജാനാം ച വിവൃദ്ധയേ. ഈ വംശം ഒരിക്കലും വിഭജിക്കപ്പെടരുത്. നിങ്ങൾ വേണ്ടതുപോലെ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളൊരു ഉദ്ദേശം. പ്രജാനാം ച വിവൃദ്ധയേ. എങ്ങാനും യുദ്ധമുണ്ടായിപ്പോയാൽ എന്താ ഉണ്ടാവുക? ലക്ഷോപലക്ഷം പടയാളികൾ മരിക്കും. ഇവരൊക്കെ ഓരോ കുടുംബക്കാരാ. ഓരോ പടയാളിക്കുമുണ്ട് സ്വന്തം ഭാര്യ, അച്ഛനമ്മമാർ, മക്കൾ, സഹോദര സഹോദരിമാരുണ്ട്. ലക്ഷോപലക്ഷം പടയാളികൾ നമ്മുടെ രാജ്യങ്ങളിൽ മരിച്ചങ്ങോട്ട് പോയാൽ അവിടുത്തെ അരാജകത്വത്തിൻ്റെ നില എന്തായിരിക്കും ഓരോ കുടുംബത്തിലും? അവിടെ വരുന്ന ആൾക്കാരെ ആര് നോക്കും? ആരാണ് നോക്കുക? കുട്ടികളും വൃദ്ധന്മാരും മാത്രമേ വീടുകളിൽ ഉണ്ടാവുള്ളൂ. മധ്യവയസ്കർ ഒരൊറ്റ ആളുണ്ടാവില്ല ഓരോ കുടുംബത്തിലും. അവരൊക്കെ പടയാളികളായി മരിച്ചു കഴിഞ്ഞു. അപ്പോൾ പ്രജകളുടെ ക്ഷേമം നിലനിർത്തണമെങ്കിൽ എന്തു വേണം? ഒരിക്കലും നമ്മൾ യുദ്ധം ചെയ്യരുത്. യുദ്ധത്തിൽ പുരുഷന്മാർ മാത്രമാണ് മരിക്കാൻ പോകുന്നത്, സ്ത്രീകൾ അവശേഷിക്കും. ആ അവശേഷിച്ച സ്ത്രീകൾ മാത്രമാവുമ്പോൾ എന്തായിരിക്കും ഇവിടെ സ്ഥിതി? അപ്പോൾ പ്രജകളുടെ ക്ഷേമത്തിന് ഉദ്ദേശിച്ചാണ് വംശം നശിക്കരുത് എന്ന് പറഞ്ഞ് സാമ്യമാദൗ പ്രയുക്തം മേ രാജൻ സൗഭ്രാത്രമിച്ഛത. ആ സാഹോദര്യം നിങ്ങൾ 2 പേരുടെ ഇടയിലും നിലനിൽക്കണം. പ്രജകൾക്ക് കോട്ടം വരരുത്, കുടുംബങ്ങൾ അനാഥകളാവരുത്.
സ്ത്രീകൾ മാത്രമായി അവശേഷിക്കരുത് ഒരു കുടുംബത്തിലും എന്ന് വിചാരിച്ച് ഞാൻ ആദ്യമായി സാമ്യം, സാമം ദാനം ഭേദം ദണ്ഡം എന്നതിൽ സാമമാണ് പ്രയോഗിച്ചത്. ആ സാമം പ്രയോഗിച്ച് അതിന് ഫലം കണ്ടില്ല എന്ന് കണ്ടപ്പോഴാണ് അവിടെ വന്നിട്ടുള്ളവരുടെ മനസ്സിൽ ഒരു അഭിപ്രായ ഐക്യമില്ലാതെ ഭിന്നഭാവങ്ങൾ രചിക്കാൻ വേണ്ടി ഞാൻ ചിലതൊക്കെ ചെയ്തത്. അപ്പോൾ ഈ സാമം ദാനം ഭേദം ദണ്ഡം എന്ന് പറയുന്ന 4 എണ്ണമാണ് ക്രമം. അവസാനം 3ഉം തോറ്റു കഴിഞ്ഞാൽ പിന്നെ ദണ്ഡം എന്ന് പറയുന്ന നീതി പ്രയോഗിച്ചേ പറ്റൂ. അപ്പം എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയുകയാണ് കൃഷ്ണൻ. എന്നിട്ട് യുദ്ധത്തിനുള്ള വട്ടം കൂട്ടലാണ്. യഥാ നാദ്രിയതേ വാക്യം സാമപൂർവം സുയോധന തദാ മയാ സമാനീയ ഭേദിതാഃ സർവപാർത്ഥിവാഃ. യഥാ നാദ്രിയതേ വാക്യം സാമപൂർവം സുയോധന തദാ മയാ സമാനീയ ഭേദിതാഃ സർവപാർത്ഥിവാഃ. സാമം ഭേദം ദാനം ദണ്ഡം ഈ ക്രമത്തിലാണ് കൃഷ്ണൻ പറയുന്നത്. സാധാരണ നമ്മളിപ്പോൾ പറയുന്നത് സാമദാന ഭേദദണ്ഡം എന്നാണ്. ഇത് 3 എണ്ണവും 4 എണ്ണവും 3 എണ്ണം പ്രയോഗിച്ചിട്ട് പറ്റാഞ്ഞാൽ 4 എന്നൊരു പ്രമാണമുണ്ട്. അത് ഇന്നത് കഴിഞ്ഞ് ഇന്നത് വേണം എന്ന് നിർബന്ധമായിട്ടൊന്നുമില്ല. ഇവിടെ സാമം കഴിഞ്ഞ് പ്രയോഗിക്കുന്നത് എന്താ? കൃഷ്ണൻ തന്നെ പറയുക, യഥാ നാദ്രിയതേ വാക്യം സാമപൂർവം സുയോധന. ഞാൻ വളരെ സാമത്തോടുകൂടി പറഞ്ഞു. ഒരു വിധത്തിലുള്ള വഴക്കും വെക്കാണവും നമുക്ക് തുറന്നു കൊണ്ടുപോകണ്ട, വംശമൊക്കെ നശിക്കും. അതുകൊണ്ട് യോജിച്ചിരിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ സഹോദരന്മാരാണ്, ഒരുമിച്ച് ജീവിച്ചവരാണ്, ഒരുമിച്ച് വളർന്നു വന്നവരാണ്, ഒരേപോലെയുള്ള പ്രായമുള്ളവരുടെ ചൊൽപ്പടിക്ക് ജീവിക്കുന്നവരാണ് എന്നൊക്കെ നല്ല വാക്കൊക്കെ പറഞ്ഞു നോക്കി. ഞാൻ തുടങ്ങിയത് തന്നെ യാചിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞു തുടങ്ങിയത്. അപ്പം അത് മുഴുവനും സ്വൽപ്പമെങ്കിലും തഥാ മയാ സമാനീയ ഭേദിതാഃ സർവപാർത്ഥിവാഃ യഥാ നാദ്രിയതേ വാക്യം. ഞാൻ ഇങ്ങനെ വളരെ സൗമ്യശീലനായി സാമം നേടാം എന്ന് വിചാരിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ സ്വല്പമെങ്കിലും ഒരു ആദരവോ ഒരു ബഹുമാനമോ ഒരു സ്വീകരണമോ അവർക്കുണ്ടായില്ല. അപ്പം ഇവരോട് സാമം പ്രയോഗിച്ച് പ്രയോജനമില്ല എന്ന് കണക്കാക്കി ഞാൻ ഉടനെ എന്തു ചെയ്തു? ഭേദിതാഃ സർവപാർത്ഥിവാഃ. അവിടെ വന്നുകൂടിയിട്ടുള്ള രാജാക്കന്മാരെ മുഴുവനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ശിഥിലമാകട്ടെ എന്ന് വിചാരിച്ച് ഭേദിപ്പിക്കാൻ പുറപ്പെട്ടു. എങ്ങനെയാ കൃഷ്ണൻ ഭേദിപ്പിക്കാൻ പുറപ്പെട്ടത്? അതിനെന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചാൽ അതല്ല അവിടെ ഉണ്ടായത്. ദുര്യോധനൻ കൃഷ്ണനെ പിടിച്ചു കെട്ടാൻ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ പിടിച്ചു കെട്ടാൻ വേണ്ടി പുറപ്പെട്ട സമയത്ത് കൃഷ്ണൻ്റെ പക്ഷത്തിൽ സേനയുണ്ട്. അവിടെ എല്ലാവരും ദാ പിടിച്ചു കെട്ടാൻ പോണു എന്ന് പറഞ്ഞ് കൃഷ്ണപക്ഷത്തിലുള്ള സേന മുഴുവൻ അവിടെ നിരന്നിരുന്നു. കൃഷ്ണൻ്റെ കൂടെ സാത്വികയും അപ്പുറത്ത് കൃതവർമാവും എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അവരെല്ലാം മനസ്സിലാക്കി എന്ത് ചുറ്റുപാടും അല്ലെങ്കിൽ എന്ത് സാഹചര്യവും നേരിടാൻ തയ്യാറായി അപ്പുറത്ത് അവർ നിന്നു. കൃഷ്ണൻ അവരോടൊന്നും പറഞ്ഞില്ല. എല്ലാം മിണ്ടാണ്ടിരിക്കാൻ കാണിച്ച് അവസാനം തൻ്റെ വിശ്വരൂപം കാണിക്കുക ചെയ്തത്. ആ വിശ്വരൂപം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിലെ എല്ലാവർക്കും ഉണ്ട് ഒരു ഹൃദയം. പല ഹൃദയങ്ങൾക്കും അമാനുഷമായിരിക്കുന്ന പ്രഭാവം കാണുമ്പോൾ അത് ശരിയാണെന്ന് തോന്നി അത് സ്വീകരിക്കാനും അതിന് കീഴ്വഴങ്ങാനും തോന്നും. അപ്പം ആ മനുഷ്യരിൽ പലർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിശ്വരൂപം കാണിച്ചത്. ആ ദുര്യോധനെ പുല്ലായി തൃണവത്ഗണിച്ചു. ഞാൻ കർണനെയും ശകുനിയെയും എല്ലാം നന്നായി പേടിപ്പിച്ചു. അവരെ പറഞ്ഞു ധരിപ്പിച്ചു. എന്ത്? ചൂതുകളി മുതൽക്ക് എന്തെല്ലാം അവിടെ നടന്നോ ദുഷ്ടമായിരിക്കുന്ന ഉപായം അതെല്ലാം ഞാൻ അവിടെ ആവർത്തിച്ച് എല്ലാവരോടും പറഞ്ഞു. എന്താ കാരണം? അന്ന് നടന്നതൊരു ചുറ്റുപാടിൽ, ഇന്നിവിടെ നടക്കാൻ പോകുന്നത് വേറെ ഒരു ചുറ്റുപാടിലാണ്. അപ്പം നടന്ന സംഭവത്തിൽ അന്ന് മനസ്സിൽ കുറേയൊക്കെ ദേഷ്യവും ക്രോധവും ഒക്കെ ഉണ്ടായി എന്ന് വരാം. ആ നടന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കാനും തൻ്റെ നിലപാട് മാറ്റാനും എല്ലാമുള്ള അവസരം ഇക്കണ്ട നാളുകളിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതേ സംഭവം ആവർത്തിച്ച് പറയുന്ന സമയത്ത് മനസ്സിന് പുതിയ ഒരു സമീപനവും ബുദ്ധിക്ക് പുതിയൊരു വീക്ഷണവുമായെന്ന് വരാം. അങ്ങനെ ഒരു പശ്ചാത്താപമോ ഒരു തിരുത്തോ അവരിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ആ കാര്യങ്ങൾ മുഴുവൻ എടുത്തെടുത്ത് നന്നായി വ്യക്തമായി പറഞ്ഞു. എൻ്റെ മനസ്സിലെ ഉദ്ദേശം ഈ രാജാക്കന്മാരിൽ വ്യക്തമായ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കണമെന്നാണ്. അതിന് പറ്റിയ തരത്തിലുള്ള വാക്കും പ്രയോഗവുമായിരുന്നു എൻ്റെ അടുത്ത്. അത് പറയുമ്പോഴുള്ള ഉദ്ദേശങ്ങളോ അതിനുള്ള മന്ത്രങ്ങളോ എല്ലാം അതിന് കണക്കാക്കിയിട്ടാണ് സംസാരിച്ചത്. അങ്ങനെ പലരെയും സ്വാധീനിച്ച് മതം മാറ്റാനും അഭിപ്രായം മാറ്റാനും പരിശ്രമിച്ചു നോക്കി. അതും ഫലപ്രദമായില്ല.
അങ്ങനെ സാമവും ഭേദവും ശരിയായില്ല എന്ന് കണ്ടപ്പോൾ ഇനിയും പെട്ടെന്ന് നമ്മൾ കോപിച്ച് അവിടുന്ന് ഇറങ്ങിപ്പോരരുത്. അവർക്ക് കോപം തോന്നി, എന്നെ കെട്ടണം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് കാര്യങ്ങൾ നടന്നു എന്നില്ല. ആദ്യം നടന്നത് എന്താ? സാമവാക്കുകൾ. അത് കഴിഞ്ഞ് കെട്ടാൻ പുറപ്പെട്ടത് അവസാനമാണ്. ഇവിടെ കൃഷ്ണൻ ആദ്യം പറയണു എന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആവശ്യം എന്താ? ഞങ്ങളുടെ ആവശ്യം രാജ്യമല്ല, ഏറ്റവും ചുരുങ്ങിയതിൽ ചുരുങ്ങിയത് മതി എന്നുള്ള ആ ദാനം എന്ന് പറയുന്ന ആ മാധ്യമവും ഞാൻ പ്രയോഗിക്കാനില്ല. സർവം ഭവതു തേ രാജ്യം പഞ്ചഗ്രാമാൻ വിസർജയ അവശ്യം ഭരണീയാഹി പിതുഹു തേ രാജസത്തമാ. ഞാൻ പറയുണ്ടായി എന്താ? പാണ്ഡവന്മാർക്ക് വേണ്ടി വന്ന് അപേക്ഷയോടുകൂടി യാചനയോടുകൂടി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് തുടർന്ന് അവസാനം എന്തു ചെയ്തു? ഇവരൊന്നും തരാൻ തയ്യാറില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിട്ടില്ല. സർവം ഭവതു തേ രാജ്യം, രാജ്യം മുഴുവൻ നിങ്ങളുടെ കയ്യിലിരുന്നോട്ടെ. പഞ്ചഗ്രാമാൻ വിസർജയ, 5 ഗ്രാമങ്ങൾ മാത്രം എനിക്ക് ഇങ്ങോട്ട് വിട്ടു തന്നാൽ മതി പാണ്ഡവന്മാർക്ക് വേണ്ടി എന്ന് വരെ ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളുടെയാണ് രാജ്യം, നമ്മുടെ പക്ഷത്തിൻ്റെയാണ് രാജ്യം. ആ രാജ്യത്തിൽ 5 ഗ്രാമം മതി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ വിട്ടു എന്നല്ലേ അർത്ഥം? അപ്പം തൻ്റെ കയ്യിൽ തൻ്റേതായിട്ടുള്ള രാജസ്വത്ത് രണ്ടുപേരും കൂടി യോജിച്ച് രക്തച്ചൊരിച്ചൽ ഒഴിവാക്കണം എന്ന് വിചാരിച്ച് ബാക്കിയെല്ലാം വിട്ടുകളയാം, ദാനമായിട്ട് കൊടുത്തു കളയാം. ദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു കൊടുത്തോ അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കാതെ ഇങ്ങോട്ട് മടങ്ങി വരില്ല, കണ്ണങ്ങോട്ട് എടുക്കില്ല. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി ചിന്തിക്കരുത്. അത് എത്ര വിലപിടിപ്പുള്ളതായാലും, അബദ്ധത്തിലോ വേറെ വല്ല തരത്തിലും കൊടുത്തതായാൽ പോലും കൊടുത്തു എന്ന് വന്നാൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കരുത്. അപ്പം നമ്മുടെ രാജ്യം 5 ഗ്രാമം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം അവർക്ക് ദാനരൂപത്തിൽ കൊടുക്കാം എന്ന് പറഞ്ഞു. അവശ്യം ഭരണീയാഹി പിതുസ്തയെ രാജസത്തമ. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ ജ്യേഷ്ഠ? ഞാൻ പറഞ്ഞത് തേ പിതുഹു, നിങ്ങളുടെ അച്ഛന് പാണ്ഡവന്മാരും മക്കളാ. ആ മക്കളെയും വേണ്ടതുപോലെ ഭരിക്കേണ്ട ചുമതല ആർക്കുണ്ട്? നിങ്ങളുടെ അച്ഛനുണ്ട്. അപ്പം ആ അച്ഛൻ അവരെ വേണ്ടതുപോലെ ഒരു സ്ഥലത്ത് സ്ഥാപിച്ച് അവർക്ക് കഴിഞ്ഞുകൂടണ്ടേ? താമസിക്കാൻ ഒരു സ്ഥലം വേണം, കഴിക്കാൻ ഭക്ഷണം വേണം, ഉടുക്കാൻ വസ്ത്രം വേണം. പ്രാഥമിക ആവശ്യങ്ങൾ അന്നും ഇന്നും ഒരുപോലെയാണ്. രാജാക്കന്മാർക്കും അത് ആവശ്യമുണ്ട്. അവരുടെ വേഷവും വിധാനവും ഒന്നും മേലേക്കടെ ആയിരിക്കാം എന്നേ ഉള്ളൂ. അപ്പം അവർക്ക് കഴിഞ്ഞുകൂടണമല്ലോ. പൗരന്മാർ എന്നുള്ള നിലയ്ക്ക്, ഭരണീയന്മാർ എന്നുള്ള നിലയ്ക്ക് അവരുടെ കാര്യവും വേണ്ടതുപോലെ ആക്കണമല്ലോ. ആ ഒരു ചുമതല തൻ്റെ അച്ഛനുണ്ട്. അതുകൊണ്ട് അവർക്ക് 5 ഗ്രാമമെങ്കിലും കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ ധിക്കാരം കാണിച്ചില്ല. ഞങ്ങളുടെ രാജ്യത്തിൽ നിന്ന് 5 എണ്ണം വെച്ച് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് തരണു എന്നൊന്നുമല്ല പറഞ്ഞത്. നിങ്ങളുടെ കയ്യിലുള്ള രാജ്യത്തിൻ്റെ 5 ഗ്രാമങ്ങളെങ്കിലും പാണ്ഡവന്മാർക്ക് വേണ്ടി തരൂ. നിങ്ങളുടെ അച്ഛൻ നോക്കേണ്ട കുട്ടികളല്ലേ അവർ എന്ന് വരെ ഞാൻ പറഞ്ഞു നോക്കി. സർവം ഭവതു തേ രാജ്യം പഞ്ചഗ്രാമാൻ വിസർജയ അവശ്യം ഭരണീയാഹി പിതുസ്തേ രാജസത്തമ. അവശ്യം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? നിശ്ചയമായും. ഹസ്തിനപുര വംശത്തിൽ, ആ കുരുവംശത്തിൽ പെട്ടവരാണ്, സഹോദരന്മാരാണ്, തൻ്റെ സഹോദരൻ്റെ പുത്രന്മാരാണ് എന്നുള്ള നിലയ്ക്ക് അവരെയും പരിപാലിക്കേണ്ട ചുമതല ധൃതരാഷ്ട്ര മഹാരാജാവിനും ഉണ്ട്. ആ അടിസ്ഥാനത്തിൽ 5 ഗ്രാമമെങ്കിലും അവർക്ക് താമസിക്കാൻ വേണ്ടി കൊടുക്കൂ. അത്യാവശ്യം അവരവരുടെ കാര്യം നോക്കിക്കോട്ടെ, കഴിഞ്ഞുകൂടാമല്ലോ. അതിനുവേണ്ടി 5 ഗ്രാമം കൊടുക്കൂ എന്ന് വരെ പറഞ്ഞു. അപ്പം എന്തൊക്കെ പ്രയോഗിച്ചു? സാമം പ്രയോഗിച്ചു, ദാനമായി, ഭേദവുമായി. ഇത് 3ഉം പ്രയോഗിച്ചിട്ട് ഒരു ഗുണവും കണ്ടില്ല എന്നാണ് നില. ഏവ മുക്തോപി ദുഷ്ടാത്മാ നൈവ ഭാഗം വ്യമുഞ്ചത ദണ്ഡം ചതുർത്ഥം പശ്യാമി തേഷു പാപേഷു നാന്യഥാ. കൃഷ്ണനാണിത് പറയുന്നത്. ആരോട്? യുധിഷ്ഠിരനോട്. യുധിഷ്ഠിരനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണന്റെ വാക്കാണ് അങ്ങേയറ്റം. അപ്പുറത്ത് ഭീഷ്മനുണ്ട്, ദ്രോണനുണ്ട്, വിതുരനുണ്ട്, കൃപാചാര്യരും ഉണ്ട് അവിടെ. ഇവിടെ യുധിഷ്ഠിരനെ സംബന്ധിച്ചിടത്തോളം മുതിർന്നവരെന്ന് പറയാൻ ആരുമില്ല. എല്ലാം കൂടി തന്നെ രക്ഷിക്കാനും തനിക്ക് സമയോചിതം ഉപദേശിക്കാനുമായി ആരുണ്ട്? കൃഷ്ണൻ ഒരാളേ ഉള്ളൂ. അപ്പം കൃഷ്ണൻ അവസാനമായി പറഞ്ഞത് ഇതാണ്. അപ്പം ആ പറഞ്ഞ തീരുമാനം, എന്തെങ്കിലും ഒരു തീരുമാനം പറയുന്ന സമയത്ത് അത് വെറുതെ എനിക്ക് അങ്ങോട്ട് തോന്നുന്നു, എനിക്കിതാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പോരാ. യുക്തിസഹമായി, ന്യായത്തോടുകൂടി, സത്യയുക്തമായി സംസാരിക്കണം. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കും കൃഷ്ണൻ ഒരു ദൂത് പറയാൻ പോയി, എന്തൊക്കെയോ യുധിഷ്ഠിരൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങോട്ട് പോന്നു എന്നല്ല. ഒരു ദൂതുവാഹകൻ എന്തു വേണം? തൻ്റെ പക്ഷത്തിൻ്റെ കാര്യങ്ങൾ വേണ്ടതുപോലെ അവതരിപ്പിക്കണം.
ആ അവതരിപ്പിക്കുന്ന സമയത്ത് അതിന് ആ അവതരണത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം കൂട്ടിച്ചേർക്കണം. എന്നിട്ട് പോയ കാര്യം ഭംഗിയായി അവതരിപ്പിച്ച് അവരുടെ തീരുമാനമെന്തോ അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുന്നതോടുകൂടി അവരുടെ മനോഗതികളും തരാതരങ്ങളും എല്ലാം ഗ്രഹിച്ച് അവസാനം വന്ന് പറയണം. ആ പറയുന്നതിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനം തന്നെയാണ് യുദ്ധ തീരുമാനം. അതും കൃഷ്ണനെപ്പോലെ ഒരാൾക്ക് വേണ്ടിടത്തോളം അറിയാമല്ലോ. അത് വളരെ നന്നായി ചിന്തിക്കേണ്ട കാര്യമാണ്. ഏവമുക്തോപി ദുഷ്ടാത്മാ നൈവ ഭാഗം വ്യമുഞ്ചത. കൃഷ്ണന്റെ പ്രയോഗം എന്താ? ഇങ്ങനെ ഞാൻ പറഞ്ഞു, എന്നാൽ പറയപ്പെട്ടു എന്നുണ്ടെങ്കിലും ദുഷ്ടാത്മാ, ദുഷ്ടാത്മാവാണ് ആര്? അപ്പുറത്തുള്ള ദുര്യോധനൻ. എന്നെ കെട്ടാനാണല്ലോ പുറപ്പെട്ടത്. മുതിർന്നവർ എത്ര പേരുണ്ട്, ഓരോരുത്തർ എന്തൊക്കെ സംസാരിച്ചു. അവസാനം നല്ല പോലെ ബോധ്യപ്പെടുത്തി, നിന്റെ രാജ്യമല്ല, നിന്റെ രാജ്യമല്ല, നീ രാജ്യമില്ലാത്തവനാണ്, രാജ്യമില്ലാത്തവനാണ്, രാജപുത്രനല്ല, സ്വാമിയുമല്ല എന്നൊക്കെ സ്വന്തം അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഉദ്ബോധിപ്പിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ടും ദുഷ്ടാത്മാ നൈവഭാഗം വ്യമുഞ്ചത, ഒരു സ്വല്പം പോലും വിടാൻ തയ്യാറായില്ല. ഒരു സാധനം ഞാൻ അവർക്ക് കൊടുക്കില്ല. 5 ഗ്രാമങ്ങളല്ല, 1 ഗ്രാമമോ 5 വീടോ, ഒരു വീടിൽ 5 മുറികളോ ഒന്നും തന്നെ ഞാൻ കൊടുക്കില്ല എന്നുള്ള ഒരു ഉറപ്പിലാണ് നിന്നത്. ദണ്ഡം ചതുർത്ഥം പശ്യാമി തേഷു പാപേഷു നാന്യഥ. ഇങ്ങനെ ദുര്യോധനൻ പറഞ്ഞപ്പോൾ ആ സദസ്സിലുള്ളവരാരും പിന്നെ ദുര്യോധനനെ തടഞ്ഞില്ല. ആ വാക്ക് തന്നെയാണ് അവിടെ പുലർന്നത്. അദ്ദേഹത്തിൻ്റെ ശക്തിയോ അദ്ദേഹത്തിൻ്റെ ഇംഗിതമോ മാത്രമാണ് അവിടെ പ്രകാശിച്ചതും സ്ഫുരിച്ചതും. അപ്പം ആ പാപപക്ഷത്തിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ ഇനി ദുര്യോധനനെ ഒറ്റതിരിഞ്ഞ് കാണാൻ പറ്റില്ല. ദുര്യോധനൻ്റെ കൂടെ ആരാരെല്ലാം ഉണ്ടോ അവരെ എല്ലാവരെയും നമുക്ക് കണക്കിലെടുക്കണം. അവർക്ക് എല്ലാവർക്കും ദണ്ഡം ചതുർത്ഥം പശ്യാമി തേഷു പാപേഷു നാന്യഥ. പാപികളായിരിക്കുന്ന ദുര്യോധന കൂട്ടരുണ്ടല്ലോ, ദുര്യോധനും കൂട്ടരും, അവരിൽ ദണ്ഡം ചതുർത്ഥം പശ്യാമി. സാമദാന ഭേദ ദണ്ഡമുണ്ടല്ലോ, ആ ദണ്ഡമാണ് ഇനി പ്രയോഗിക്കാൻ ബാക്കിയുള്ളത്. ബാക്കിയൊക്കെ കഴിഞ്ഞു. ധർമ്മത്തിൻ്റെ ആഹ്വാനം, ധർമ്മത്തിൻ്റെ നിർബന്ധം, ധർമ്മം അനുശാസിക്കുന്ന ക്രമങ്ങൾ. ഒരാളോടുകൂടി എതിർക്കാൻ തീരുമാനിച്ചാൽ ആ എതിർക്കുന്നതിന് മുൻപ് താൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തോ എന്നൊരു ചോദ്യമുണ്ട്. അയാൾ പറഞ്ഞത് ശരിയായില്ല, ഓടിച്ചെന്നങ്ങോട്ട് അടിക്കുക. അതല്ല, പറഞ്ഞത് ശരിയായില്ല, സമ്മതിച്ചു. എന്താ പറഞ്ഞത്? ആ പറഞ്ഞതിന് എത്രത്തോളം അർത്ഥമുണ്ട്, അത് നമ്മളെ എത്രത്തോളം ഉപദ്രവിക്കുന്നു, നമ്മുടെ ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്നുണ്ടോ, പൊറുതിമുട്ടിക്കുന്നതാണോ, അയാൾ എത്രത്തോളം ബലവാനാണ്, ഇങ്ങനെ പലതും ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനമെടുക്കാൻ. എല്ലാവർക്കും ഒരേ മാതിരിയുള്ള താളമായാൽ പറ്റില്ല, അളവുകോലും പറ്റില്ല. അപ്പം ഇത് നല്ലപോലെ മനസ്സിലാക്കിയതിന് ശേഷം കൃഷ്ണൻ സ്വയം പറയാണ്, പശ്യാമി തേഷു പാപേഷു ദണ്ഡം ചതുർത്ഥം. 4ാമത്തെ ഉപായമായ ദണ്ഡം. എങ്ങനെയാണോ സാമം, എങ്ങനെയാണോ ദാനം, എങ്ങനെയാണോ ഭേദം, അതേപോലെ ഒന്നാണ് 4ാമത്തേതും. അതൊരു ഉപായമാണ്. ആ ഉപായം ആർക്ക് വേണ്ടി നാം പ്രയോഗിക്കുന്നു? ധർമ്മം പരിരക്ഷിക്കാൻ, സമാജത്തിൻ്റെ നന്മ ഉറപ്പുവരുത്താൻ, ലോകത്തിന് ക്ഷേമം വേണം എന്ന് വിചാരിച്ച്. ദുഷ്ടന്മാർ ലോകത്തിൽ വാഴുന്തോറും എന്താ ഉണ്ടാവുക? ശിഷ്ടന്മാർക്ക് വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കും. അവരുടെ ജീവിതം വളരെ പരുങ്ങല്ലാവും. അവർക്ക് സംസാരിക്കാനോ പ്രവർത്തിക്കാനോ പോകാനോ വരാനോ ഒന്നിനും തന്നെ പറ്റില്ല. ഏത് രാജ്യമാ സമൃദ്ധമായിട്ടിരിക്കുക? എല്ലാവർക്കും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം, പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അതിലൊരൊറ്റ മാനദണ്ഡേ ഉള്ളൂ, തൻ്റെ പ്രവൃത്തി കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഒരു തരത്തിലുള്ള വിഷമമോ ഉപദ്രവമോ ഹാനിയോ വരരുത്. അല്ലാത്ത തരത്തിൽ എന്തു വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഒരു രാജ്യത്തിലെ പൗരൻ ഒരു തരത്തിലും തൻ്റെ രാജ്യത്തിന് കോട്ടം വരാവുന്ന തരത്തിൽ പ്രവർത്തിക്കരുത്. മറ്റുള്ള പൗരന്മാർക്ക് സഹവർത്തിത്വം പൂർണ്ണമായി അനുവദിക്കണം. അത് കഴിഞ്ഞ് എന്തു വേണമെങ്കിലും ചെയ്യാനുള്ള ശാന്തിയും സമാധാനവും അവിടെ ഉണ്ടാവണം. അത് അനുവദിക്കാത്തവരാരെല്ലാം ഉണ്ടോ അവരൊക്കെ സമൂഹദ്രോഹികളും രാജ്യദ്രോഹികളുമാണ്. അങ്ങനെയുള്ളവരെ പൊറുപ്പിക്കാൻ സാധിക്കില്ല മനുഷ്യ സമാജത്തിൽ പ്രത്യേകിച്ചും. മൃഗങ്ങളാണെങ്കിൽ അവർക്ക് വലിയ കാര്യമായിട്ടുള്ള ആശയവിനിമയം നമ്മളെപ്പോലെ ഉണ്ടാവില്ല. നമ്മൾ കേട്ടിട്ടില്ലേ ഒരു ഹിറ്റ്ലറെ പറ്റി? ആ ഒരൊറ്റ ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയെ ജർമ്മനിയിലുള്ള എത്ര പേർക്ക് പറഞ്ഞു മനസ്സിലാക്കി. എന്നിട്ട് ബഹുസഹസ്രം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആ ദുഷ്ടതയ്ക്ക് കൂട്ടുനിന്നുവോ? മനുഷ്യൻ്റെ വാക്കുണ്ടല്ലോ, അതിന് വലിയ ശക്തിയാണ്. ചിന്തകളും വിചാരങ്ങളും ശരീരത്തിൻ്റെ ഉള്ളിൽ അപ്രത്യക്ഷമായി ആരും കാണാതെ ഒതുങ്ങി നിൽക്കും.
വായ കൊണ്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അനവധി ചെവികൾ അത് കേൾക്കാനുണ്ടാവും. അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായം എന്ന് പറയാറുണ്ടല്ലോ. അപ്പം മനുഷ്യര് വിടമ്പ്യതേ ഭിന്നരുചിർഹി ലോക, വ്യത്യസ്തപ്പെട്ട വാസനാബലത്തിൻ്റെ പേരിൽ ഈ ലോകം, ജനസമാജം, മാനവരാശി കഷ്ടപ്പെടുക തന്നെയാണ്, വിഷമിക്കുക തന്നെയാണ് ചെയ്യണത്. അപ്പം ഇനി പറയാനുള്ളത് തേഷു പാപേഷു ചതുർത്ഥം ദണ്ഡം പശ്യാമി ന അന്യഥ. ഇതാണ് കൃഷ്ണൻ്റെ തീരുമാനം. അപ്പം പറയാനുള്ളതൊക്കെ പറഞ്ഞു, ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. കൃഷ്ണനും വന്നു കഴിഞ്ഞു. നടന്ന കാര്യങ്ങൾ യുധിഷ്ഠിരനെ പറഞ്ഞു ധരിപ്പിച്ചു. ഇനി യുധിഷ്ഠിരന് എന്താ ചെയ്യാനുള്ളത്? യുധിഷ്ഠിരൻ ജനാർദ്ദന വചശ്രുത്വ ധർമ്മരാജോ യുധിഷ്ഠിര ഭ്രാതൃൻ ഉവാച ധർമാത്മാ സമക്ഷം കേശവസ്യ. അപ്പം യുധിഷ്ഠിരന് ഇത്രയും കേട്ടപ്പോൾ ഇനി യുദ്ധം ചെയ്യേണ്ട കാര്യത്തിൽ സംശയത്തിന് എന്താ കാരണം? സ്വതവേ മടിയാണല്ലോ, ചെയ്യാൻ പാടില്ല എന്ന്. ഇപ്പം ആരൊക്കെ പറഞ്ഞത് കേട്ടു? ഭീഷ്മൻ, ദ്രോണൻ, വിതുരൻ, ഗാന്ധാരി, ധൃതരാഷ്ട്രൻ, ഇവരെല്ലാവരും പറഞ്ഞത് കേട്ടു. ഇനി കൃഷ്ണന്റെ അവസാനത്തെ ഒരു സമ്മറി എന്തായിരുന്നു? സാമദാന ഭേദദണ്ഡങ്ങളിൽ 3 ഞാൻ പ്രയോഗിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമതൊരെണ്ണം പ്രയോഗിക്കാനോ മൂന്നാമതൊരെണ്ണം പ്രയോഗിക്കാനോ വേണ്ടി വേറെ ഒരു ദൂതനെ അയക്കേണ്ട ആവശ്യമില്ല. 3 കഴിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഭേദം പ്രയോഗിച്ചു നോക്കി, വ്യത്യാസം വന്നവരെ വിശ്വരൂപം കാണിച്ചപ്പോൾ ചിലരൊക്കെ കണ്ണടച്ചു, ചിലരൊക്കെ തുറച്ചു നോക്കി, ചിലർക്ക് പേടിയായി. അതിനുശേഷവും അവരുടെ തീരുമാനത്തിന് മാറ്റം വന്നില്ലല്ലോ. അവസാനം വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു? കർണനെയും കൂട്ടിക്കൊണ്ടുവന്നു. ഈ കർണൻ്റെ പേരിൽ വലിയൊരു വിശ്വാസവും ബലവുമാണല്ലോ ആർക്ക്? ദുര്യോധന്. ആ കർണനോട് അതും ഞാൻ പറഞ്ഞു നോക്കി. ഇന്നതാ പറഞ്ഞതെന്നൊന്നും കൃഷ്ണൻ പറഞ്ഞില്ല, ഭേദത്തിൽ പെട്ടതാണ്. അങ്ങനെ എല്ലാം ചെയ്തിട്ടും ഒരു ഫലവും അവിടെ ഇല്ല. ഇനി ആ ഗ്രൗണ്ട്, ആ ഭൂമി വളരെ തയ്യാറായിട്ട് നിൽക്കുക. കൂർത്തു നൂർത്ത ശാസ്ത്രം പ്രയോഗിക്കാൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതിലൊന്നും സംശയിക്കേണ്ടെന്ന്. ഇത്രയും കേട്ടപ്പോൾ എത്ര മടിയുള്ള യുധിഷ്ഠിര മനസ്സ്, ആ നല്ല മനസ്സ് അവസാനം തീരുമാനിച്ചു പറയുകയാണ്. ജനാർദ്ദന വചശ്രുത്വ ധർമ്മരാജോ യുധിഷ്ഠിര ഭ്രാതൃൻ ഉവാച ധർമാത്മാ സമക്ഷം കേശവസ്യ. കേശവൻ കൃഷ്ണന്റെ മുൻപിൽ തന്നെ യുധിഷ്ഠിരൻ പറഞ്ഞു അത്രേ. ജനാർദ്ദന വചശ്രുത്വ, ജനാർദ്ദനൻ പറഞ്ഞ വാക്കുകൾ നല്ലപോലെ കേട്ട് മനസ്സിലാക്കി ഗ്രഹിച്ച് ധർമ്മരാജോ യുധിഷ്ഠിര ഭ്രാതൃൻ ഉവാച ധർമാത്മാ, ഭ്രാതൃൻ ഉവാച ധർമാത്മാ. യുധിഷ്ഠിരന് 4 സഹോദരന്മാരാ. ആ സഹോദരന്മാരെ വിളിച്ച് അദ്ദേഹം പറയാണ് സമക്ഷം കേശവസ്യ. ശ്രീകൃഷ്ണൻ അവിടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ആ കൃഷ്ണനെ അടുത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കേട്ടത് എല്ലാവരും കേട്ടുല്ലോ. അവരെ വിളിച്ചിട്ട് പറയുക സഹോദരന്മാരോട്, ശ്രുതം ഭവദ്ഭിർയദ്വൃത്തം സഭായാം കുരു സംസദി കേശവസ്യാപി യദ്വാക്യം തത്സർവം അവധാരിതം. ശ്രുതം ഭവദ്ഭിർ യദ്വൃത്തം സഭായാം കുരു സംസദി. ആ കുരുക്കന്മാരുടെ ആ നിറഞ്ഞ സദസ്സിൽ, ആ സദസ്സിന് നിങ്ങളെല്ലാവരും മുമ്പും പറഞ്ഞു ഞാൻ, ബ്രഹ്മർഷിമാരടക്കം എല്ലാവരും വന്നിട്ടുണ്ട്. കൃഷ്ണൻ എന്തു പറയുന്നു? ആ സദസ്സ് എന്താണ് പ്രതികരിക്കുന്നത്? അവസാനം ദുര്യോധനന്റെ തീരുമാനം എന്ത്? ദുര്യോധനേക്കാൾ മുതിർന്ന് അദ്ദേഹത്തെ ശാസിക്കാൻ പറ്റിയവർ പലരും അവിടെ ഉണ്ട്. ഇപ്പോഴും ധൃതരാഷ്ട്രനുണ്ട്, ഭീഷ്മനുണ്ട്. ഇവരെല്ലാം ഉള്ളപ്പോൾ ദുര്യോധനൻ അങ്ങോട്ട് വിട്ടുകൊടുക്കുക കാര്യങ്ങളുടെ ഗതി. ഇതെല്ലാവരും അറിയണം, രഹസ്യമായിട്ടുള്ള കാര്യമല്ല. ജനങ്ങളുടെ, ജംബൂദ്വീപത്തിൻ്റെ മുഴുവൻ ഭാഗധേയമാണ് അവിടെ. അപ്പം ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ അത് രഹസ്യമായി നടക്കേണ്ടതല്ല. ധർമ്മം എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ കിടന്ന് കളിക്കുന്നത്. അപ്പം അവരെല്ലാവരും സ്വയം എഴുന്നള്ളി അവിടെ ഇരിക്കുകയാണ്. ഇനി ആരെയും കബളിപ്പിക്കാൻ പറ്റില്ല. അവിടെ നടന്നതിൽ, കൃഷ്ണൻ പറഞ്ഞതിലോ അവർ കേട്ടതിലോ അവരുടെ പ്രതിവാക്യങ്ങളിലോ എന്തെങ്കിലും ഒരു തകരാറോ വല്ല പോരായി ഉണ്ടെങ്കിൽ ഇതൊക്കെ അറിയാൻ അവിടെ ആൾക്കാരുണ്ട്. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടറല്ല, അനവധി ആൾക്കാരുണ്ട് അവിടെ. അവർക്കറിയണം ഭാരതഭൂമിയിൽ നടക്കാൻ പോകുന്നത് എന്താ. അഭൂതപൂർവമായ ഒരു യുദ്ധമാണ്, സഹോദരന്മാർ തമ്മിലാണ്. അതിൽ ദുര്യോധൻ്റെ കൂടെ എല്ലാ പ്രായം ചെന്നവരുമുണ്ട്, അവരൊന്നും ഉപായപ്പെട്ടവരല്ല. അങ്ങനെയുള്ള ഒരു സദസ്സ് എടുക്കുന്ന തീരുമാനമാണ് ഈ യുദ്ധത്തിൻ്റെ പിന്നിൽ. യുധിഷ്ഠിരൻ അങ്ങ് അകലെ ഉപപ്ലാവ്യത്തിൽ ഒന്നിച്ചവിടെ കൂടിയിരിക്കുകയാണ് കൃഷ്ണനെ പറഞ്ഞയച്ച്. അപ്പോൾ ഈ തീരുമാനം ധാർമ്മികമോ അധാർമികമോ എന്ന് എല്ലാവർക്കും അറിയണം. എങ്ങനെയാണ് ധർമ്മം ഇവിടെ പ്രവർത്തിക്കുന്നത്, അധർമ്മത്തിൻ്റെ പ്രതികരണം എന്താ, അവസാനം ധർമ്മം ജയിക്കാൻ വേണ്ടി നമുക്ക് എന്തു വേണം, ആരുടെ പക്ഷത്തിൽ ഞങ്ങളുടെ മനസ്സ് ചിന്തിക്കണം, ആരെ അനുഗ്രഹിക്കണം എന്നൊക്കെ അവർക്കും അറിയണമല്ലോ.
അപ്പം അവരെല്ലാവരും വന്നിട്ടുള്ള ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ശ്രുതം ഭവദ്ഭിർയദ്വൃത്തം സഭായാം കുരു സംസതി കേശവസ്യാപി യദ്വാക്യം തത്സർവം അവധാരിതം. ആ സദസ്സിൽ ഓരോരുത്തരും ആ സദസ്സ് കൂട്ടായും പെരുമാറിയത് എങ്ങനെ, കൃഷ്ണവാക്കുകളെ അവരെങ്ങനെ കേട്ടു, കൃഷ്ണൻ എന്തൊക്കെ പറഞ്ഞു, എല്ലാവർക്കും അവസരം കൊടുത്തു അവരവരുടെ അഭിപ്രായം വ്യക്തമാക്കാൻ. മുതിർന്നവർ ഇളയവരോട് സംസാരിച്ചു. അവസാനം ദുര്യോധനന്റെ തീരുമാനമാണ് അവിടെ നടത്തപ്പെട്ടത്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി എനിക്ക് എന്താ പറയാനുള്ളത്? തസ്മാത് സേനാവിഭാഗം മേ കുരുധ്വം നരസത്തമാഹ അക്ഷൗഹിണ്യശ്ച സപ്തൈതാഹ സമേതാ വിജയായ വൈ. തസ്മാത് സേനാവിഭാഗം മേ കുരുധ്വം നരസത്തമാഹ അക്ഷൗഹിണ്യശ്ച സപ്തൈതാഹ സമേതാ വിജയായ വൈ. അതുകൊണ്ട് എനിക്ക് ഇനി ഒന്നും പറയാനില്ല. ഞാൻ ഇനി ഈ യുദ്ധം, ഈ കൂട്ടരക്തച്ചൊരിച്ചൽ ഒഴിവാക്കണം എന്നുള്ള അടിസ്ഥാനത്തിൽ ഈ നിമിഷം വരെ പ്രവർത്തിച്ചു, ചിന്തിച്ചു, അതിനുവേണ്ടി പരിശ്രമിച്ചു. ഇനി ഞാനൊരു വാക്ക് മിണ്ടില്ല. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സേനാവിഭാഗം മേ കുരുധ്വം നരസത്തമാഹ. നിങ്ങളൊക്കെ വില്ലാളി വീരന്മാരാണ്. ഞാൻ നിങ്ങളുടെ ജ്യേഷ്ഠനാണ്. പക്ഷേ അനുജന്മാരൊക്കെയാണ് ഗംഭീരന്മാർ. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള യോഗ്യതയുണ്ട്. അതുകൊണ്ട് സേനാവിഭാഗമെല്ലാം പരിഗണിച്ച് വേണ്ടതുപോലെ നിങ്ങൾ തീരുമാനിച്ചോളൂ. കുരുധ്വം നരസത്തമാഹ അക്ഷൗഹിണ്യശ്ച സപ്തൈതാഹ സമേതാ വിജയായ വൈ. 7 അക്ഷൗഹിണി സേനയാണ് നമുക്ക് ജംബൂ ദ്വീപത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പുറത്ത് നിൽക്കുന്നതോ 11. അപ്പം ഈ 7 അക്ഷൗഹിണി സേനയെ വെച്ചുകൊണ്ട് വേണം 11നെ നേരിടാൻ. അത് മനസ്സിൽ കണക്കാക്കി നിങ്ങൾ എന്തു വേണം? ഈ 7 അക്ഷൗഹിണി സേനയെ വേണ്ടതുപോലെ വിഭജിച്ച് തരാതരം നോക്കി ശരിയായിട്ടുള്ള വ്യൂഹം ചമച്ച് ഭംഗിയായിട്ട് നിർത്തുക. എന്താ ഉദ്ദേശം? വിജയായ വൈ, നമ്മൾ ജയിക്കണം. ഇതാണ് ഉദ്ദേശം. യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നവർക്ക് ജയിക്കണം എന്നുള്ള വിചാരമാണ്. തോൽക്കാൻ വേണ്ടി ഒരാൾ യുദ്ധം ചെയ്യില്ല. അതിന് യുദ്ധം വേണ്ട. തോറ്റു, ഞാനില്ല എന്ന് പറഞ്ഞാൽ മതി. യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട ജയം ജയം എന്നുള്ള ഒരു ശബ്ദമേ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പം ജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ഈ 7 അക്ഷൗഹിണി സേനയെ വേണ്ടതുപോലെ ചട്ടം കെട്ടി വ്യൂഹമെല്ലാം നിർമ്മിച്ച് നല്ല പോലെ നിർത്തണം. അപ്പുറത്തുള്ളവർ ആരാരെല്ലാം എന്ന് ഓർമ്മ വെച്ചോളൂ. ഭീഷ്മനാണ് കമാൻഡർ ഇൻ ചീഫ്. തൊട്ടടുത്ത് ദ്രോണനുണ്ട്. ആ ദ്രോണൻ പഠിപ്പിച്ചു തന്ന അസ്ത്രശസ്ത്ര വിദ്യയെ നമ്മുടെ കയ്യിലുള്ളൂ. ഇതേപോലെ പഠിപ്പിച്ചു കൊടുത്ത ദുര്യോധനാദികൾ അപ്പുറത്ത് പിന്നെ 10-100 പേര്. അതിൻ്റെ കൂടെ പഠിപ്പിച്ചു തന്ന ദ്രോണനുമുണ്ട്. അവിടുന്ന് അങ്ങടും ഗംഭീരന്മാർ പലരും ഉണ്ട്, കർണനും ഉണ്ട്. ഇവരെല്ലാവരും അവിടെ നിൽക്കണു. ആ സൈന്യത്തിനെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. അപ്പം എണ്ണം കൊണ്ട് മാത്രമല്ല, വണ്ണം കൊണ്ടും അവർ ബലിഷ്ഠരാണ്. അങ്ങനെ ഒരു കൂട്ടരെ, പകുതിയിൽ നിന്ന് അല്പം കൂടുതലേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അവരുടെ 11, നമ്മുടെ ഭാഗത്ത് 7ആണ്. ഈ 7 അക്ഷൗഹിണി സേനയെ വെച്ചുകൊണ്ട് ഈ 11 അക്ഷൗഹിണി സേനയെയും നാം വധിക്കണം. അതിന് പറ്റിയിട്ടുള്ള പ്ലാനും ഗൗരവവും ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ജയത്തിന് വേണ്ടി ചെയ്യൂ എന്നാണ് യുധിഷ്ഠിരൻ പറഞ്ഞത്. ഇതുവരെയുള്ളതൊക്കെ കഴിഞ്ഞു. തസ്മാത് സേനാവിഭാഗം മേ കുരുധ്വം നരസത്തമാഹ അക്ഷൗഹിണ്യശ്ച സപ്തൈതാഹ സമേതാ വിജയായ വൈ. യുധിഷ്ഠിരൻ സേനാവിഭാഗം വേണ്ടതുപോലെ നടത്തണം എന്ന് പറഞ്ഞല്ലോ. സേനാവിഭാഗം എങ്ങനെയാണ് നടത്തുക? അതിന് ആദ്യമായിട്ടൊരു സൈന്യത്തലവനെ നിശ്ചയിക്കണം. ആ സൈന്യത്തലവനെ നിശ്ചയിക്കുന്നത് വളരെ പ്രധാനമാണ്. 2 ഭാഗത്തും വേണം ഈ സൈന്യത്തലവന്മാർ. അപ്പുറത്ത് ഭീഷ്മൻ സൈന്യത്തലവനായി നിൽക്കണം എന്നുള്ള ആലോചനയും അപേക്ഷയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആയാലും ശരിക്കും അവരോധിക്കണമല്ലോ. അതെങ്ങനെ അവരോധിക്കണം? 1-2 ആൾ തമ്മിൽ ആലോചിച്ച് തീരുമാനിച്ചാലാവില്ല. ഇത്രയും വലിയ സേനയാണ് 2 സ്ഥലത്തും നിൽക്കുന്നത്. ഇപ്പുറത്തെ 7 അക്ഷൗഹിണി സേനയാണ്. ആ 7 അക്ഷൗഹിണി സേനയും അണിനിരന്നിരിക്കുന്നത് ഓരോരുത്തരുടെ കീഴിലാണ്. ആ കീഴിലുള്ളവരെല്ലാവരും കൂടി, ഡെമോക്രസി എന്ന് പറയുന്നത് ഇന്ന് മാത്രമല്ല അന്നുമുണ്ട്. ഇത്രയും ജനങ്ങൾ, അതെങ്ങനെയാ? സീക്രട്ട് ബാലറ്റോ വോട്ടൊന്നുമല്ല. അവിടെ കൂടിയിട്ടുണ്ട് കുരുക്ഷേത്രത്തിൽ. അവരോരോരുത്തരും അവരവരുടെ നേതാക്കന്മാരുടെ കീഴിലാണ് വന്നിരിക്കുന്നത്. അവരെല്ലാവരും കൂടി ഒരു സൈന്യത്തലവനെ തിരഞ്ഞെടുക്കണം എന്ന് വന്നാൽ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം യുധിഷ്ഠിരൻ പറയുകയാണ്,
താസാം യേ പതയഃ സപ്ത വിഖ്യാതാഃ താൻ നിബോധത ദ്രുപദശ്ച വിരാടശ്ച ദൃഷ്ടദ്യുമ്ന ശിഖണ്ഡിനൗ സാത്യകി ചേകിതാനശ്ച ഭീമസേനശ്ച വീര്യവാൻ ഏതേ സേനാപ്രണേതാരോ വീരാഹ സർവേ തനുത്യജഃ. ഇവിടെ 7 അക്ഷൗഹിണി സേനയാണല്ലോ ജംബൂദ്വീപത്തിലെ എൻ്റെ പക്ഷത്തിൽ അണിനിരന്നിരിക്കുന്നത്. ആരുടെ കീഴില്ല? താസാം യേ പതയഃ സപ്ത വിഖ്യാതാഃ താൻ നിബോധത. ഇതിൽ ആർക്കും ഒരു കുറവുമില്ല. എല്ലാവരും വിഖ്യാതന്മാരാണ്, പ്രസിദ്ധന്മാരാ, ഉപായപ്പെട്ടവരല്ല അവിടെ വന്നിരിക്കുന്നത്. ആരൊക്കെയാ? ദ്രുപദശ്ച ദ്രുപദൻ, വിരാടശ്ച വിരാടൻ, ദൃഷ്ടദ്യുമ്ന ശിഖണ്ഡിനൗ ദൃഷ്ടദ്യുമ്നൻ, പിന്നെയോ ശിഖണ്ഡി. ഇവർ 2 പേരുടെയും പേര് പറയുമ്പോൾ വളരെയധികം ആലോചനകൾ നമ്മുടെ മനസ്സിൽ വരണം. എന്താണ് ദൃഷ്ടദ്യുമ്നൻ്റെ ജീവിതോദ്ദേശം? എങ്ങനെയാണ് ജനിച്ചത്? അതുപോലെ ശിഖണ്ഡി എന്ന് പറയുന്ന ആൾക്ക്, ശിഖണ്ഡിക്ക് ഒരു ദോഷമുള്ളത് നപുംസകമാണ് അദ്ദേഹത്തിൻ്റെ ശരീരം എന്ന് പറയും. സാധാരണ അതിന് വലിയ ഒരു സ്ഥാനമാണ് മഹാഭാരത യുദ്ധത്തിൽ ശിഖണ്ഡിക്ക്. മഹാരഥികളിൽപ്പെട്ട ഒരാളാണ്. സാത്യകി ചേകിതാനശ്ച, സാത്യകി ചേകിതാൻ, ഭീമസേനശ്ച വീര്യവാൻ, അവിടെ നമ്മുടെ ഭീമനും ഉണ്ട്. ഇങ്ങനെ 7 അക്ഷൗഹിണി സേനയാണ് അവിടെ അണിനിരന്നിരിക്കുന്നത്. ഏതേ സേനാപ്രണേതാരോ, ഇവരാണ് ഈ സേനകളെ എല്ലാവരെയും നയിക്കാൻ പോകുന്നത്. വീരാഹ സർവേ തനുത്യജഃ, ഇവരെല്ലാവരും അങ്ങേയറ്റത്തെ വീര്യവും പരാക്രമവും ഉള്ളവരാണ്. ഇവിടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? പടപൊരുതി. ആ പടപൊരുതലിൽ എല്ലാവരും ഒന്ന് കണക്കാക്കിയേ വരുള്ളൂ. പടപൊരുതി ഒന്നുകിൽ ഞാൻ ജയിക്കും, ഇല്ലെങ്കിലോ എൻ്റെ ശരീരം കൊല്ലപ്പെടും. അപ്പം ശരീരത്തിനോട് തികച്ചും ഒരു ത്യാഗബുദ്ധി അവർക്ക് ഉണ്ടാവണം. ഒരു ധാർമ്മിക യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം തന്നെ ഒന്നിലോ തൻ്റെ പക്ഷം ജയിക്കും, അല്ലെങ്കിൽ മറുപക്ഷത്തിലുള്ളവർ ജയിക്കും. നാം ജയിച്ചാൽ മറ്റുള്ളവർ വധിക്കപ്പെടും, അവർ ജയിക്കുകയാണെങ്കിലോ നമ്മൾ വധിക്കപ്പെടും. ആ വധവും കൂടി ഒന്ന് മനസ്സിലാക്കണം. 7 അക്ഷൗഹിണി സേന 11 അക്ഷൗഹിണി സേനയെ നേരിട്ടു. അതിൽ 11 അക്ഷൗഹിണി മുഴുവനും വധിക്കപ്പെട്ടു, 7 അക്ഷൗഹിണി മുഴുവൻ ബാക്കി വന്നു. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഒരു യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഉറച്ചിരിക്കേണ്ട ഒരു അഭിപ്രായം, തനുത്യജഃ, നമ്മുടെ ശരീരത്തോടുള്ള മമതയും അനാവശ്യമായിട്ടുള്ള സ്നേഹമൊക്കെ പോയി നമ്മൾ പ്രാണൻ ത്യജിച്ചിട്ട് വേണം പടപൊരുതാൻ. അപ്പോഴേ ആ പടം നന്നാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇവിടെ മേനി മോടി പിടിപ്പിച്ച് നിൽക്കാനല്ല വന്നിരിക്കുന്നത്. അമ്പും വില്ലും പ്രയോഗിച്ച്, ഗതയും പ്രയോഗിച്ച്, എന്തൊക്കെ തൻ്റെ കയ്യിലുണ്ടോ അസ്ത്രവും ശസ്ത്രവും മഹാസ്ത്രവും ഒക്കെ പ്രയോഗിച്ച് അങ്ങോട്ട് കഥ കഴിക്കാനാണ് വന്നിരിക്കുന്നത് എതിരാളികളുടെ. ആ പോക്കിൽ താനും മരിച്ചു എന്ന് വരാം. അപ്പം തൻ്റെ ജീവിതക്കൊതിയോടുകൂടി ഒരു യുദ്ധം ചെയ്യാൻ ഒരാൾക്കും സാധിക്കില്ല. അപ്പം എല്ലാവരും ജീവിതം ഉപേക്ഷിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് യുധിഷ്ഠിരൻ വളരെ ഭംഗിയായി പറയുന്നു. താസാം യേ പതയഃ സപ്ത വിഖ്യാതാഃ താൻ നിബോധത ദ്രുപദശ്ച വിരാടശ്ച ദൃഷ്ടദ്യുമ്ന ശിഖണ്ഡിനൗ സാത്യകി ചേകിതാനശ്ച ഭീമസേനശ്ച വീര്യവാൻ ഏതേ സേനാപ്രണേതാരോ, ഇവരെല്ലാവരും സേനയെ നയിക്കാൻ നല്ല സാമർഥ്യം, തഴക്കം, പഴക്കം ഒക്കെ ഉള്ളവരാണ്, പ്രസിദ്ധന്മാരുമാണ്. വീരാഹ സർവേ തനുത്യജഃ, ധർമ്മത്തിൻ്റെ രക്ഷയ്ക്കും എൻ്റെ പക്ഷത്തിൽ യുദ്ധം ചെയ്യാനും കൂടി വന്നു നിന്ന ഇവരെ പറ്റി ഒറ്റ ആൾക്കും ഒരു സംശയവും വേണ്ട. നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം 7 അക്ഷൗഹിണിയും എല്ലാം കൊണ്ടും തികഞ്ഞതാ. അവർക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരു കൊതി, ഒളിച്ചുവെപ്പൊന്നുമില്ല. ഇനി ഈ 7 ആളിൽ നിന്ന് നമുക്ക് ഒരാളെ നിശ്ചയിക്കണം. ആരെയാ നിശ്ചയിക്കുക? എല്ലാവർക്കും ഉണ്ട് അവരവരുടേതായ സാമർഥ്യം, പഴക്കം, തഴക്കം, അവരുടേതായ പ്രത്യേക യുദ്ധക്രമങ്ങൾ, വീര്യമൊക്കെ ഉണ്ട്. അപ്പം ആരെയാണ് തിരഞ്ഞെടുക്കണ്ടേ? ആദ്യമായിട്ട് സഹദേവനോട് ചോദിച്ചു. സഹദേവൻ എപ്പോഴും വലിയ ഒരു നല്ല ഉപദേഷ്ടാവാണല്ലോ. അപ്പം സഹദേവനോട് ചോദിച്ചു, സഹദേവ നിൻ്റെ അഭിപ്രായം എന്താ പറയുക? ആരെയാണ് നമ്മൾ സൈന്യത്തലവനാക്കണ്ടേ? തം താവത് സഹദേവോത്ര പ്രബ്രൂഹി കുരുനന്ദന സ്വമതം പുരുഷവ്യാഘ്ര കോനസേനാപതി ക്ഷമഃ. നോക്കൂ, ഈ കോൺവെർസേഷൻ, ഈ ഡയലോഗ് ഉണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾ വളരെ രുചിച്ച് കേട്ട് മനസ്സിലാക്കേണ്ടതാണ്. കൂടുതൽ അറിയണം എന്നുള്ളതിൽ മഹാഭാരതം എടുത്ത് വായിച്ചു നോക്കുക. നമ്മളുടെ മനസ്സ് ഓരോന്നും വായിക്കുമ്പോൾ അങ്ങോട്ട് വികസിച്ച് വരും.
ഇതാണ് ഈ ഇതിഹാസ പഠനം കൊണ്ട് നമുക്കുണ്ടാകുന്നത്. ഒരു ചെറിയ ഉറുമ്പിന് ഇറക്കാലി വെള്ളം സമുദ്രം. ഇതാണ് നിങ്ങളുടെ എല്ലാവരുടെയും ധാരണ. ഞാനോ ഒരു ഗൃഹസ്ഥൻ, എനിക്കോ 4 കുട്ടികളുണ്ട്. അച്ഛനമ്മമാരുണ്ടായിരുന്നു, അവരെ നല്ല പോലെ നോക്കി, അവർ കാലമായി. ഇപ്പം എനിക്കും വയസ്സായി, പൗത്രന്മാർ വരെയായി. കുട്ടികളെയൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടുവരേണ്ടവരെയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ നിറഞ്ഞ ഒരു ഗൃഹസ്ഥനാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം. നിങ്ങളുടെ ഈ നിറവ് ഇറമ്പിന് ഇറക്കാലി വെള്ളം സമുദ്രം എന്ന് പറഞ്ഞ മാതിരിയാണ്. ഈ മഹാഭാരതത്തെ പോലെ രാമായണത്തെ പോലെയുള്ള ഇതിഹാസങ്ങൾ വായിച്ച് ആ ലോകത്തിൻ്റെ മുഴുവനും മനുഷ്യരാശിയുടെ പ്രകൃതം മുഴുവനും മനസ്സിലാക്കി ഓരോ സന്ദർഭത്തിലും ഈ രാമനാണെങ്കിൽ രാമൻ, കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ, യുധിഷ്ഠിരനാണെങ്കിൽ യുധിഷ്ഠിരൻ, അർജുനാണെങ്കിൽ അർജുനൻ, ഓരോരുത്തരും എങ്ങനെ പെരുമാറി, സംസാരിച്ചു, ചിന്തിച്ചു, ഇതൊക്കെ ഗ്രഹിക്കുമ്പോൾ ആ ഗ്രഹണം കൊണ്ടാണ് മനസ്സ് വികസിക്കുന്നത്. മനസ്സിൻ്റെ വളർച്ച എങ്ങനെയാ? ഭക്ഷണം കൊണ്ടോ പോഷകം കൊണ്ടോ ആണോ? അല്ല. ശരീരത്തിന് ഭക്ഷണം. ഇന്നിപ്പോൾ മധുരം 1/2 കിലോ കൂടുതൽ കഴിച്ചാൽ നാളെ ചുരുങ്ങിയത് ഒരു 1/4 കിലോ അല്ലെങ്കിൽ ഒരു 150 ഗ്രാമെങ്കിലും ശരീരത്തിൽ പുഷ്ടിമ കൂടിയെന്ന് വരാം. മനസ്സെങ്ങനെ വികസിക്കും? മനസ്സിനുള്ള വികാസമാണ് ഈ ഇതിഹാസം. ഇത്രയൊക്കെ ആയിട്ടും അവിടെ എല്ലാം കഴിഞ്ഞു. കൃഷ്ണൻ വന്നു, പറയേണ്ടത് പറഞ്ഞു, കേൾക്കേണ്ടത് കേട്ടു. ഇനി യുധിഷ്ഠിരൻ്റെ മനസ്സിലെ സംശയം തീർന്നു. അതുവരെ എത്രത്തോളം അദ്ദേഹം ഇഴഞ്ഞിഴഞ്ഞാ നീങ്ങിക്കൊണ്ടിരുന്നത്. ആർക്കൊക്കെ സംസാരിക്കേണ്ടി വന്നു. ദ്രൗപദി വരെ പറഞ്ഞു, എന്ത്, നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരന്മാരാണ് എന്ന് വിചാരിച്ച് യുദ്ധം ചെയ്യാൻ മടിയുണ്ടെങ്കിൽ വയസ്സായ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞ് അദ്ദേഹത്തിനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കും. എൻ്റെ മക്കളോട് പറയും, നിങ്ങൾക്കാണ് ഈ സഹോദര പാശത്തിലുള്ള വിഷമം. അവർ ചെയ്ത അനീതി, അക്രമം, അപമാനം, സാഹസം, ഇതൊക്കെ നിങ്ങൾ സഹോദരൻ എന്ന് വിചാരിച്ച് മറന്നു കളയുക. ഇതൊരു രാജാവിന് ചേർന്നതല്ല. ഇവിടെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തി ദുഷ്ടമോ ശിഷ്ടമോ എന്നുള്ളതാണ്. ആ ദുഷ്ടപ്രവൃത്തി ആര് ചെയ്താൽ പോലും, ഇപ്പം ഞാനാണ് ചെയ്തത് എന്നുണ്ടെങ്കിലും എന്നെ വരെ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടയോ ഹനിക്കേണ്ടതായിട്ട് വരാം. അപ്പം ഈ കാര്യത്തിൽ സഹോദര ബന്ധമോ വിവാഹബന്ധമോ ഒന്നും ഇടപെട്ട് നിൽക്കരുത്. ശ്രീരാമൻ എന്തു ചെയ്തു? പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സീതയെ ലോകാപവാദം കണക്കിലെടുത്തുകൊണ്ട് സെക്കൻഡ് വെച്ച് പറയാതെ തന്നെ ഉപേക്ഷിച്ചു. അപ്പം നമ്മുടെ രാജ്യം ത്യാഗം എന്നതിന് പേര് കേട്ടതാ. ത്യജിക്കുക എന്ന് പറഞ്ഞാൽ പണം കൊടുക്കലാണ്. അതല്ല. ഒരാൾക്ക് 1 ലക്ഷം ഉറുപ്പിക നമ്മൾ വെറുതെ കൊടുത്തത് കൊണ്ട് വലിയ ത്യാഗമായി എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ത്യാഗം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിലുള്ള ഭാവനകളിൽ തക്ക മാറ്റം വരുത്തി ശരിയല്ല എന്ന് തോന്നുന്നതിനെ വിട്ട് ശരിയെ സ്വീകരിച്ച് ആ പ്രയാണത്തിൽ എന്തെല്ലാം വിടേണ്ടി വരുമോ അതൊക്കെയാണ് വിടേണ്ടത്. ഒരു സമയത്ത് ശ്രീരാമൻ എന്താ ഉപേക്ഷിച്ചത്? സിംഹാസനവും അയോധ്യ രാജ്യവും 14 കൊല്ലത്തേക്ക് വിട്ടങ്ങോട്ട് കളഞ്ഞു. അതിൽ കവിഞ്ഞ ഒരു ത്യാഗമായിരുന്നു പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സീത, ഒരു കുറ്റവുമില്ലാത്ത സീത, അഗ്നിപ്രവേശം ചെയ്ത് തൻ്റെ ശുദ്ധി വേണ്ടതുപോലെ തെളിയിച്ച സീത, ആ സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നു ഒരു വെളുത്തേടൻ്റെ വാക്ക് കേട്ട്. അവിടെ പ്രശ്നം സിംഹാസനമാണ്. ഇക്ഷ്വാകു വംശമാണ്. അതിൻ്റെ പ്രസിദ്ധി എത്രയാന്ന് പറയാൻ പറ്റില്ല. അതിലൊരു കളങ്കമേൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഉപേക്ഷിച്ചത്. അപ്പം ഈ വക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്കൊക്കെയുണ്ട് ഒരു മനസ്സ്. ആ മനസ്സിനോ സത്യമെന്തോ അത് ഉൾക്കൊള്ളാനും അസത്യമെന്തോ അത് വിട്ടുകളയാനും, ദുർബലതയാണെന്ന് തോന്നിയാൽ എന്ത് മനോഭാവവും ദൗർബല്യമോ വിട്ടങ്ങോട്ട് കളയണം. അതാണല്ലോ ഭഗവത്ഗീതയിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. അർജുനൻ്റെ മനസ്സിൻ്റെ ദൗർബല്യം അങ്ങോട്ട് എടുത്തു കളയണം എന്നാണ് പറയണേ കൃഷ്ണൻ. കളയും ചെയ്തു അർജുനൻ. അതുമാതിരി ഈ ഇതിഹാസങ്ങളും ഈ വൃത്തങ്ങളുമെല്ലാം മനസ്സിലാക്കി നിങ്ങൾ എന്തു വേണം? മനസ്സിലുള്ള ദുർഗുണങ്ങൾ മുഴുവനും ഠപ്പ് എന്നങ്ങോട്ട് വെടിയണം. എന്നിട്ട് സദ്ഗുണങ്ങൾ കൊണ്ടോ നിറയ്ക്കും വേണം. അതിനാണ് ഈ വായന, അതിനാണ് ഈ പറച്ചിൽ. ഇത് ഓരോന്നും പറയുമ്പോൾ എൻ്റെ മനസ്സിന് എന്താ ഉണ്ടാവുന്നത്? ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അമാവാസി ദിവസം 1000 പൂർണ്ണചന്ദ്രൻ ആകാശത്ത് ഉയർന്നാൽ എന്തായിരിക്കും ആ ശോഭയും തണവും? അതുപോലെയുള്ള ഒരു ഉദയമാണ് മനസ്സിലുണ്ടാകുന്നത്.